الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا ونبينا محمد وعلى آله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين. قال رضي الله عنه. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമും അതുപോലെ തന്നെ നിൽക്കലും നിർബന്ധമാണ്. ഫാത്തിഹ ഓതലും പറഞ്ഞ് ഇനി റുക്കോയിൽ പോകണ പറഞ്ഞു. സുമ്മ കബ്ബിർലി റുക്കോയി, റുക്കോയിന് വേണ്ടി തക്ബീർ ചൊല്ലുക. അത് എങ്ങനെ തക്ബീർ ചൊല്ലാന്ന് പറഞ്ഞാൽ റുക്കോയിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ തക്ബീർ അതിന് കൈ ഉയർത്തലുണ്ട്. കൈ ഉയർത്തൽ 4 സ്ഥലങ്ങളിൽ സുന്നത്താണ്. എത്ര സ്ഥലങ്ങളിൽ? 4 സ്ഥലങ്ങളിൽ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവിടെ. 2 റുക്കോയി പോകുമ്പോൾ. 3 സമിഅ അല്ലാഹു ലിമൻ ഹമിദ. 4 മൂന്നാമത്തെ റക്അത്തിൽ, അതായത് അത്തഹിയ്യാത്തിൽ നിന്ന് എണീക്കുമ്പോൾ. അത്തഹിയ്യാത്തിൽ നിന്ന് എണീക്കുമ്പോൾ. അപ്പോൾ അത് സുന്നത്താണ് എന്ന് പറഞ്ഞു. സുമ്മ കബ്ബിർലി റുക്കോയി, റുക്കോയിന് തക്ബീർ ചൊല്ലുക. അപ്പോൾ റുക്കോയിന് ഈ തക്ബീറിന് ഇന്തിഖാലിൻ്റെ തക്ബീർ എന്ന് പറയും. അപ്പോൾ അത് തുടങ്ങുക എപ്പോഴാണ്? റുക്കോയിൻ്റെ തുടക്കം മുതൽ റുക്കോയിൽ എത്തുന്നത് വരെ, അതായത് എത്തുമ്പോൾ അവസാനിക്കും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തുടങ്ങിയിട്ടില്ല, നിൽക്കലിൽ നിന്ന് എളുകാൻ തുടങ്ങുന്ന അവസ്ഥയിൽ അല്ലാഹു അക്ബർ നീട്ടുന്നത് അള്ളാഹിൻ്റെ അവിടെ മാത്രമേ നീട്ടാൻ പറ്റുള്ളൂ. അക്ബർ എന്ന് അറിയാൻ പാടില്ല, അക്ബാർ എന്നും പറയാൻ പാടില്ല, അല്ലാഹു എന്നും പറയാൻ പാടില്ല. ആകെ നീട്ടാൻ പറ്റണ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അല്ലാഹു അക്ബർ. വർഫഅ യദൈക കമാ സബഖ്, കൈ ഉയർത്തുക. അപ്പോൾ എന്താണ്? കൈ ഉയർത്തി അല്ലാഹു അക്ബർ. വമുദ്ദ തക്ബീറ ഇലൽ ഇന്തിഹാഇ ഇല റുക്കൂ, റുക്കൂയിൽ എത്തുന്നവരെ നീട്ടുക, തക്ബീർ നീട്ടുക. സുമ്മ ദഅ റാഹതൈക അലാ റുക്ബതൈക, റാഹത്ത് എന്ന് പറഞ്ഞ കൈവെള്ളകൾ റുക്ബത്തിൻ്റെ മുകളിൽ, അതായത് മുട്ടിൻ്റെ മുകളിൽ വെക്കുക. വഅസാബിഉക മൻഷൂറ, വിരലുകൾ തുറന്നിട്ട്, അല്ലാണ്ട് പൂട്ടിയിട്ടല്ല. വൻസിബ് റുക്ബതൈക വമുദ്ദ ളഹ്റക വഉൻ, അപ്പോൾ മുട്ടുമ്മൽ പിടിക്കുക, അതായത് വിരലുകൾ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടല്ല. മൻഷൂർ, നഷർ എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തിയിട്ട് പിടിക്കുക. വൻസിബ് റുക്ബതൈക വമുദ്ദ, അതായത് 2 മുട്ടും സ്ട്രെയിറ്റ് ആക്കി വെക്കുക. വമുദ്ദ ളഹ്റക വഉനുഖക വറഅസക മുസ്തവിയൻ കസ്സഫീഹത്തിൽ വാഹിദ, തൻ്റെ ബാക്കും പെരടിയൊക്കെ സ്ട്രെയിറ്റ്, അതായത് സ്ട്രെയിറ്റ് ആവണം, 90 ഡിഗ്രി ആവാം. കസ്സഫീഹത്തിൽ വാഹിദ, ഒരു ഇതുപോലെ, എന്താണ്, ഒരു പലക പോലെ. വജാഫി മിർഫഖൈക അൻ ജംബൈക, ജാഫി എന്ന് പറഞ്ഞാൽ ദൂരമാക്ക. മിർഫഖൈക അൻ ജംബൈക, അതായത് കയ്യും എന്താണ് റുക്കോയി പോകുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് പിടിക്കരുതെന്ന്. വൽമർഅതു ലാ തഫ്അലു ദാലിക്, എന്താ, പെണ്ണുങ്ങൾ അങ്ങനെയല്ല, പെണ്ണുങ്ങൾ ഒട്ടിച്ച് പിടിക്കണം എന്നാണ്. ആണുങ്ങൾക്കാണ് ഈ മസാലത്ത്. ആണുങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടിച്ച് പിടിക്കരുത്. പെണ്ണുങ്ങൾ ഒതുങ്ങി, അതാണ് പെണ്ണുങ്ങളെ മസാലത്ത്. വഖുൽ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി ഉണ്ട്. സുബ്ഹാന റബ്ബിയൽ അസീം 3 വട്ടം. മറ്റേ ഹദീസിൽ വന്ന് വബിഹംദിഹി. വഇൻ കുൻത മുൻഫരിദൻ, ഇനി മുൻഫരിദാണെങ്കിൽ, നമ്മൾ പറഞ്ഞ് മുൻഫരിദ് പോലെ തന്നെയാണ് എന്താണ് ഒരു സ്ഥലത്തെ അതായത് ഇപ്പോൾ റോഡ് സൈഡ് അല്ലാത്ത ഉള്ള ഏരിയയിലുള്ള ഇമാമിങ്ങൾ, അത് മുൻഫരിദ് പോലെ. ബാക്കിയുള്ളവരെല്ലാവരും തൃപ്തി ഉണ്ടെങ്കിൽ ആ ഇമാമ് നീട്ടിയ കുഴപ്പമില്ല. വഇൻ കുൻത മുൻഫരിദൻ, മുൻഫരിദാണെങ്കിൽ, അല്ലെങ്കിൽ മഹ്സൂറായ ആൾക്കാർ ഇമാമാണെങ്കിൽ, വഅറദ്ത സിയാദ, ഇങ്ങി കൂട്ടൽ ഉദ്ദേശിച്ചാൽ, ഫഖുൽ 7 മറാത്ത്, 7 പറഞ്ഞോളി. ഔ 10 10 പറഞ്ഞോളി. 10 എന്ന് പറഞ്ഞാൽ 11 ഉദ്ദേശിക്കുന്നത്, കാരണം ഒറ്റക്കേ ഉള്ളൂ. ഫഇന്നഹു ഹസൻ,
അത് നല്ല കാര്യമാണ്. അപ്പോൾ ഏറ്റവും മാക്സിമം 11. ആ അപ്പോൾ പിന്നെ ഒരാളില്ല റുക്കൂയിൽ പോയിട്ട് ഇതിൽ റുക്കൂയിൽ സുന്നത്താണ് അല്ലാഹുമ്മ ലക റകഅതു അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به عظمي لله رب العالمين അറിയില്ല സുന്നത്താണ്. അത് പഠിക്കുക, അത് പറയൽ സുന്നത്താണ്. അപ്പോൾ 3 വട്ടം ചൊല്ലിയിട്ട് പറയലാണോ സുന്നത്ത്, 11 വട്ടം ചൊല്ലലാണോ സുന്നത്ത്? സുബ്ഹാന റബ്ബിൽ അസീം വബിഹംദി രണ്ടും ഏകദേശം ഒരു സമയം പിടിക്കുള്ളൂ. ഇത് പറയൽ അഫ്ളൽ. ثم ارفع حتى تعتدل قائما. പിന്നെ റുക്കൂഇൽ നിന്ന് എണിക്കുക. ഇമാമാണെങ്കിൽ 3 വട്ടം. അതായത് ഇമാമാണെങ്കിൽ എങ്ങനത്തെ മത്രൂക്കായ പള്ളിയിലത്തെയോ അല്ലെങ്കിൽ സാധാ പള്ളിയിലത്തെ, പക്ഷെ അവർക്കൊന്നും തൃപ്തിയില്ല നീട്ടലില്ല. മുൻഫരീദാണെങ്കിൽ എത്ര വേണമെങ്കിലും 11 വരെ പറയാം. 3 കൊടുക്കണമല്ലോ, 3 ചൊല്ലണമല്ലോ അയാൾ. അത് കിട്ടണം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചൊല്ല, അല്ലെങ്കിൽ ഒറ്റക്ക്, അല്ലെങ്കിൽ എന്താണ് കമ്പനിയിലോ അവിടെ അറിയാത്ത ആൾക്കാരാണ് പറ്റൂല, അറിയണ ആൾക്കാരാവണം. അത് ഒറ്റ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അസ്ലു സുന്നത്ത് മാത്രം കിട്ടിയുള്ളൂ. ഏറ്റവും കുറവ് 3, അഖല്ലു സുന്നത്ത് 3. സുന്നത്ത് എടുത്ത് എന്നുള്ള പേര് കിട്ടും ഒന്ന് ചെയ്താൽ, പക്ഷേ സുന്നത്തിൻ്റെ ഏറ്റവും കുറവ് 3. മനസ്സിലായില്ല? സുന്നത്ത് 3 അവസ്ഥയാണ് സുന്നത്തിന്. ഒന്ന് സുന്നത്ത് എടുത്ത് എന്ന് പേര് കിട്ടാണ് ഒരു ഇത്, മിനിമം അല്ല അത്. ഒരാൾ മിനിമം ആണെങ്കിൽ 3 ഓതണം, അപ്പോൾ അഖല്ലു സുന്നത്തായി. വേറെ ഒന്നുണ്ട്, അസ്ലു സുന്നത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അസ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുത്ത് എന്നായി, പക്ഷെ അയാൾ മിനിമം പാലിച്ചില്ല. സുന്നത്ത് എടുത്തില്ല എന്ന് വന്നിട്ടില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, സുന്നത്തുകൾ വിടൽ പ്രശ്നമാണെന്നുള്ളത്. അയാൾ പേരിന് സുന്നത്തെടുത്ത് ഇപ്പോൾ വ്യക്തമായ പറഞ്ഞത്. അങ്ങനെ റുക്കൂഇൽ നിന്ന് എണിക്കുക. ഹത്താ തഅ്തദില ഖായിമൻ, നിന്ന് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നത് വരെ. അപ്പോൾ സമി അല്ലാഹു ലിമൻ വർഫഅ യദൈക, കയ്യും ഉയർത്തുക. ഖായിലൻ സമി അല്ലാഹു ലിമൻ ഹമീദ. അപ്പോൾ റുക്കൂഇൽ നിന്ന് എണിക്കുമ്പോൾ ആ ഒരു എണിക്കണ അവസ്ഥയിൽ പറയുന്നതാണ് സമി അല്ലാഹു. അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് എത്തുമ്പോഴാണ് അവിടെ ഫുള്ളാവുന്നത്. അപ്പോൾ സ്പീഡിൽ പറയണം, സമി അല്ലാഹു ലിമൻ ഹമീദ എന്നുള്ള ടൈമില്ല അതിന്. റുക്കൂഇൽ നിന്ന് എണിക്കുമ്പോൾ പറയാന്നറിയുമ്പോൾ എത്ര ടൈം വേണ്ട? സമി അല്ലാഹു ലിമൻ ഹമീദ. അതിനെക്കാട്ടിയും ചിലപ്പോൾ സ്പീഡാക്കേണ്ടി വരും. കാരണം സമി അല്ലാഹു ലിമൻ ഹമീദ എന്നറിയണതിനെക്കാട്ടിയും ഇയാൾ എണിക്കും അപ്പോഴത്തേനും തീരുമല്ലോ. അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ. ഒരിക്കലും സമി അല്ലാഹു ലിമൻ ഹമീദ ഇത്ര ദീർഘാവില്ല. കുറച്ചുകൂടി ദീർഘം കുറഞ്ഞാലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ദീർഘാവാനുള്ള വകുപ്പുകൾ ആലോചിച്ചൊക്കെ ഉണ്ടാ. വാക്ക് കൂടുതലാണ്. സമി അല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ എണിച്ച് നിന്നതിന് ശേഷം ഇരിക്കും ഹമീദ തീരുള്ളൂ. അപ്പോൾ കുറച്ച് സ്പീഡാക്കണം, കാരണം ഇത് ഇന്തിഖാലിൻ്റെ ദിക്റാണത്. ഫഇദസ്തവൈത, അങ്ങനെ എന്തായി എത്തിയതിന് ശേഷം, അതായത് ഇഅ്തിദാലിലെത്തി ഇസ്തിവായി നിവർന്ന് നിന്ന്, ഫഖുൽ പറയുക. ആര് പറയുക? എന്താണ്? റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ. നമ്മൾ അതിൽ വേറെ ഹദീസ് വമിൽഅ മാ ബൈനഹുമാ വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ അതൊക്കെ വന്നിട്ടുള്ളതാണ്.
പിന്നെ അവിടെ വാവ് കൂട്ടൽ നല്ലതാണ്. റബ്ബന വലക്കൽ ഹംദ വലാണ് നല്ലത്. റബ്ബന ലക്കൽ ഹംദിനെക്കാട്ടും റബ്ബന വലക്കൽ ഹംദാണ് നല്ലത്. ലക്കൽ ഹംദിനെക്കാട്ടും ഫളലുള്ളത്. റബ്ബന വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അമാ ബൈനഹുമാ വമിൽ അൻശിത മിൻ ഷൈഇൻ ബഅദ്. ഇതാണ് ഏറ്റവും എന്താണ് പറയുക സുന്നത്ത് എടുത്തത്. ഇതാണ് ഇമാമും മുൻഫരീദൊക്കെ ഇത്ര ചൊല്ലാൻ കഴിയുള്ളൂ. ഇതിൻ്റെ മുകളിൽ ചൊല്ലാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ ഇമാമ് മഹ്സൂറല്ലാത്ത പള്ളിയിലത്തെ ഇമാം, മത്രൂക്കായ പള്ളിയിലത്തെ, മത്രൂക്ക് എന്ന് പറഞ്ഞാൽ തരീഖിൻ്റെ പള്ളി, അതിനാണ് മത്രൂക്കായ പള്ളി എന്നറിയാം. അതിൻ്റെ ഉദ്ദേശം എന്താ വിചാരിച്ചാൽ ബാക്കിയുള്ളവർക്ക് തൃപ്തി ഉണ്ടോ ഇല്ല എന്നറിയില്ലല്ലോ. കാരണം ഒരു ലിമിറ്റഡ് ആൾക്കാർ ഒരു നാട്ടും പുറത്തുള്ള പള്ളിയല്ലല്ലോ, റോഡ് സൈഡിലത്തെ പള്ളിയല്ലേ മത്രൂക്കായ പള്ളി എന്ന് പറയും. അതല്ലാത്ത മഹ്സൂറായ പള്ളി, അതായത് ആൾക്കാരെ ചിട്ടപ്പെടുത്തി ഇവർക്കെല്ലാവർക്കും തൃപ്തിയാന്നുള്ള പള്ളി, അങ്ങനത്തേലൊക്കെ ആണെങ്കിൽ ഇനിയും ദീർഘിപ്പിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അഹ്ലസ്സനാഇ വൽ മജ്ദ്, ഇതിലില്ല അഹ്ലസ്സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ് ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് സുന്നത്താണ്. ഇതിന് ശേഷം ചൊല്ലൽ ഇതിൻ്റെ കംപ്ലീഷനാണ്, പൂർത്തീകരണമാണത്. അതും പഠിക്കണം. റബ്ബന ലക്കൽ ഹംദ് മാത്രം ചൊല്ലിയാലും മതിയാവുമല്ലോ. റബ്ബന ലക്കൽ ഹംദ് മാത്രം ചൊല്ലിയാലും മതിയാവുമല്ലോ. അതേറ്റവും കുറവ് റബ്ബന ലക്കൽ ഹംദ്, റബ്ബന ലക്കൽ സമി അല്ലാഹു ലിമൻ ഹംദ റബ്ബന ലക്കൽ ഹംദ് അല്ലാഹു അക്ബർ. തുമാനീനത്ത് അവർ നമ്മളും അവർ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. തുമാനീനത്തിൻ്റെ ഖദറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞാൽ തുമാനീനത്തിൻ്റെ ഖദർ നമ്മളെക്കാട്ടിയും കുറവാണ്. നമ്മൾക്ക് സുബ്ഹാനല്ലാഹിൻ്റെ അത്ര ടൈം വേണമല്ലോ, അവർക്ക് അത്ര ടൈം വേണ്ട. എല്ലാ ഹനഫികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് സമയം അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇറങ്ങിയിട്ട് പോയാലും അവർ നിസ്കാരം ശരിയാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് നമ്മളത്ര ടൈമും വേണ്ട തുമാനീനത്തിന്. അവരെ ഷർത്ത് ടൈമിൻ്റെത് കുറച്ച് കുറവാണ്. അങ്ങനെ പറഞ്ഞ് അല്ല, തുമാനീനത്തിനെ ബാധിക്കുന്ന ആളെ വെക്കി നിസ്കരിക്കുന്നത്. അത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമാമ് പള്ളിയിലത്തെ ഇമാമൊക്കെ ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ രണ്ടാം ജമാഅത്തും അറിയാത്ത ആൾക്കാരും ഇതല്ല, പള്ളികളിലത്തെ ഇമാമുകളായിട്ടുള്ള പള്ളികളിൽ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അവരെ മദ്ഹബിൽ അവർ നിസ്കാരം ശരിയാവണ രൂപത്തിലാവുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലായില്ല? അവരെ മദ്ഹബിൽ അവർ നിസ്കാരം ശരിയാവണം. ഇല്ല, അവരുടെ അടുത്ത് ബിസ്മി ചൊല്ലില്ലെങ്കിലും നിസ്കാരം ശരിയാവണ ആളായിരിക്കണത്. അതിൻ്റെ അർത്ഥം മലയാളിയായ ഒരു സുന്നിയായ മലയാളിയുടെ ബാക്കി നിസ്കരിച്ചിട്ട് അയാൾ ഫാത്തിഹയ്ക്ക് ബിസ്മി ഓതില്ലെങ്കിൽ, ഓർക്കനാവട്ടെ പതുക്കനെങ്കിലും ഓതണം. ഓർക്കനോതൽ സുന്നത്താണല്ലോ, ഓതൽ ഫർളാണ്, ഓർക്കനോതൽ സുന്നത്താണ്. ഏതുപോലെ പതുക്കനോദണയിൽ പതുക്കനോതൽ സുന്നത്താണ്, ഓർക്കനോദിയൽ സുന്നത്ത് കിട്ടില്ല. തിരിച്ചു അങ്ങനെ തന്നെ. അപ്പോൾ അയാൾ ഫാത്തി ബിസ്മി ഓതണില്ല എന്നാണ് അയാൾ പിന്തുടരാൻ കഴിയില്ല. കാരണം അയാളെടുത്ത അയാൾ നിസ്കാരം ശരിയല്ല. മനസ്സിലായില്ല? കാരണം ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഈ നാട് മാത്രമല്ല, നമ്മളെ മദ്ഹബീന്ന് വേറായിട്ട് നിൽക്കുന്ന മദ്ഹബുള്ള നാടുകൾ, മനസ്സിലായ? അല്ലെങ്കിൽ ഒരു മദ്ഹബ് എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ രണ്ട് മദ്ഹബാണ്. പൊതുവെ രണ്ട് മദ്ഹബാണ് ഗൾഫ് നാടുകളിൽ. കൂടുതലും മാലിക്കുകളാണ്. അവർക്ക് ബിസ്മിയേ ഓതലില്ല. ബിസ്മി എന്ന് പറഞ്ഞാൽ ബിസ്മി തന്നെ ഓതലില്ല. പതുക്കനോ അല്ല ഉറക്കനോ അല്ല. നാട് ഗവൺമെൻറ്റൊക്കെ മാലിക്കുകളാണ്. അല്ലെങ്കിൽ ഹംബലികളാണ്. മതബില്ലാത്തവരും ഹംബലികൾ തന്നെയാണ് ഏകദേശം. മതബില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഹംബലി മതബാണ് അവരെടുക്കുക. അവർ ബിസ്മി പതുക്കൻ ഓതും.
രണ്ടാണെങ്കിലും ഏത് അല്ല ഫാത്തിഹൻ്റെ മസാലത്ത് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഇവരെ പിന്തുടരുമ്പോൾ ഇവരെ അടുത്ത് ഇവരെ നിസ്കാരം ശരിയാവണം. മനസ്സിലായ നമ്മളെ അപ്പോൾ ഏറ്റവും അഫ്ളല് നമ്മളെ അടുത്തൊക്കെ നമുക്കറിയണ ബിസ്മി ഓർക്കാൻ ഓതണ പള്ളികളുണ്ടെങ്കിൽ അവിടേക്ക് പോവാം. കഷ്ടപ്പെട്ടിട്ട് പോകണം എന്നല്ല, അടുത്തുണ്ടെങ്കിൽ അതിന് പ്രിഫർ ചെയ്യുക. അടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പള്ളികളിൽ പോവുക. അയാളടുത്ത് അയാളെ നിസ്കാരം ശരിയാവണം. പറഞ്ഞായിരിക്കാം അത് വരുന്നുണ്ട്. മസ്ബൂഖിൻ്റെ അത് ആ മസാലത്ത് വരുന്നുണ്ട്. ജമാഅത്തിൽ വിശുദ്ധമായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തായിരിക്കും, ഇവിടെ ഈ നാടുകളിലും അതുപോലെ തന്നെ നമ്മൾ ഷാഫി മദ്ഹബ് മാത്രമുള്ള നാടുകൾ പ്രശ്നമില്ല. കേരളത്തിലൊക്കെയാണ് പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ജോർദാനി പോയാൽ പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ ഒമാനി പോയാൽ ഒമാനിയിലും കുറേ ഷാഫികളുണ്ട്. അങ്ങനെ നമ്മൾ കൂട്ടണമല്ലോ. ബിസ്മില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലല്ലോ. അതായത് ഇമാമിൻ്റെ അടുത്ത് ഇമാമിൻ്റെ നിസ്കാരം ശരിയാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നാടുകളിലൊക്കെ വരുമ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ജുമാൻ ജമാഅത്തും നമ്മൾ വിട്ട് നടക്കേണ്ടി വരും. അതോടെ ദീൻ തന്നെ ഇല്ലാതായി മാറും. മനസ്സിലായ? അപ്പോൾ ഒരു ഇമാമ് ഖുനൂത്ത് ഓതണില്ലെങ്കിലും ഇല്ല, അത് ഖുനൂത്ത് ഓതണില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാനേ ഇടാൻ പാടില്ല. കാരണം ഖുനൂത്ത് സുന്നത്താണ്, ഫർളല്ല. ആളടുത്ത് ഖുനൂത്തില്ല, അതിനർത്ഥം ആളെ ബാക്കി നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ല. അതിൻ്റെ അർത്ഥം അത് ഒരാളും പറയാത്തൊരു വിഷയം. ബാക്കി നിസ്കരിക്കാന്നുള്ളതാണ് കിതാബുകളിലുള്ളത്. ഏത് പറഞ്ഞ ഹനഫിൻ്റെ ബാക്കി നിസ്കരിച്ചാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യലാണ് അഫ്ളൽ, ഖുനൂത്ത് ചൊല്ലില്ലെങ്കിൽ. അത് വരുന്നുണ്ട്. വഇൻ കുന്ത ഫീ ഫരീദത്തി സുബ്ഹി, ഇനി സുബ്ഹിൻ്റെ നിസ്കാര ഫർളിലാണെങ്കിൽ ഫഖ്റഇൽ ഖുനൂത, ഖുനൂത്ത് ചൊല്ലുക. അതായത് ദിക്ർ പൂർണ്ണമായി ചൊല്ലിയതിന് ശേഷം ഖുനൂത്ത് ചൊല്ലുക. അതായത് വമിൻ അമാശീത്ത മിൻ ഷൈഇൻ ബഅദിന് ശേഷം ഖുനൂത്ത് ചൊല്ലുക. ഇനി സമയമില്ലെങ്കിൽ അത് എന്താ റബ്ബന വലക്കൽ ഹംദ് കഴിഞ്ഞിട്ട് ഖുനൂത്ത് ചൊല്ലുക. ഇപ്പോൾ ഇമാമിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഖുനൂത്ത് ചൊല്ലുക. ഫിർ റക്അത്തി സാനിയ, രണ്ടാമത്തെ റക്അത്ത്, ഫി ഇഅ്തിദാലിക അനി റുക്കൂ, ഇഅ്തിദാലിൽ ഇത് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഖുനൂത്ത് ഓതാത്ത ആളെ പുറകിലാണ് നിസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്ത് എന്ന് ഓതാനില്ലെങ്കിൽ, ഓതാൻ സമയം കിട്ടാനില്ലെങ്കിൽ എന്താ, അല്ലാഹുമ്മ ഗഫിർ ലി യാ ഗഫാർ വർഹംനി യാ റഹ്മാൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി വസല്ലം. സുജൂദീന്ന് ആ ഇമാമ് സുജൂദീന്ന് എണിക്കണേൻ്റെ മുമ്പായിട്ട് ഇമാമിൻ്റെ ഒപ്പം സുജൂദിക്ക് എത്തണം എന്നാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുതാബഅത്ത് പ്രശ്നം നിർബന്ധമായിട്ടും. കാരണം ഒരു സുന്നത്ത് ഫർദിന് എന്താണ് മുതാബഅത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. 3 റുക്നെന്ന് അറിയണ പരിപാടിയൊന്നും അവിടെ ഇല്ല. കാരണം അത് സുന്നത്താണ്. ഇത് ഇയാൾ ഇമാമിനെ പിന്തുടരൽ അവിടെ നിർബന്ധമാണ്. എന്ത് വകുപ്പില്ല ഇയാൾ നേരെ വഴുകിയത്? അതെങ്ങനെ ശരിയാവണ്? അപ്പോൾ ഇമാമ് അത്ര സമയം തരില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൊല്ല. അതിങ്ങി സമയം ഉണ്ടെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നറിഞ്ഞാലും മതിയാവും. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലി യാ ഗഫാർ വർഹംനി യാ റഹ്മാൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ ഖുനൂത്ത്. ഖുനൂത്തിൻ്റെ അഫ്ളൽ രൂപമാണ് അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്ത്. അഫ്ളൽ രൂപം പറഞ്ഞിരിഞ്ഞ. അപ്പോൾ ഖുനൂത്ത് വിടാനുള്ള വകുപ്പില്ല എന്ന് ശരിക്കും ചുരുക്കം പറയുമ്പോൾ എത്ര സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും അല്ലാഹുമ്മ ഗഫിർ ലി യാ ഗഫാർ വർഹംനി യാ റഹ്മാൻ പറയാൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് പറയാൻ സമയം കിട്ടില്ല. കൈ ഉയർത്തൽ സുന്നത്ത്. നോക്ക്, ചൊല്ലലൊരു സുന്നത്ത്, ആ ചൊല്ലുമ്പോൾ കൈ ഉയർത്തൽ വേറൊരു സുന്നത്ത്. അതങ്ങനെയാണല്ലോ.
എണിക്കണതിന് മുമ്പ് അയാൾ എന്ത് ചെയ്യണം? അയാൾ പോകണം, നിർബന്ധമായിട്ടും പോകണം. അയാൾക്ക് എന്തില്ല, വെയിറ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, നിസ്കാരം ഉത്തലാനിരിക്കത്തില്ല. പക്ഷെ അയാൾ അവിടെ ചെയ്തത് ഗുരുതരമായ പ്രശ്നമാണത്. ഇല്ല, അത് കിതാബ് എടുത്ത് പറയണ്ടല്ലോ. അയാൾ നിർബന്ധമായിട്ട് ആ കുനൂത്ത് വിടണം എന്നാ, നിർബന്ധമായിട്ടും കുനൂത്ത് വിടണം എന്നാ. ഫസ്റ്റത്തെ സെക്കൻഡ് ഇല്ല. അതായത് ഇമാമ് സുജൂദിന് എണിക്കണതിന് മുമ്പ് ഇമാമിൻ്റെ ഒപ്പം സുജൂദിക്ക് എത്തണം എന്നാ. റക്കാത്തൊന്നും വിടണ്ട. പക്ഷെ അവിടെ ഗുരുതരമായ പ്രശ്നം വരുന്ന ഇമാമിനെ പിന്തുടർന്നില്ല എന്നുള്ളത്. ഇമാമ് പിന്തുടരാനുള്ളതാണ്. അവിടെ എന്ത് വകുപ്പിൽ നിങ്ങൾ നേരെ വഴിക്കിയത്? നേരെ വഴുകാൻ ഒരു വകുപ്പ് വേണ്ടേ? ആ, എന്ത് വകുപ്പിനെ പിന്തുടരാണ്ട് നിന്ന്? ആ ഷാഫിയല്ല, അതില്ല, ആ പരിപാടി ഇല്ല. ഇത് കിതാബ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹനഫിൻ്റെ ബാക്കി നിസ്കരിച്ച് കുനൂത്ത് ഓതാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സുജൂദിൽ നിന്ന് എണിക്കണതിന് മുമ്പ് ഓതി തീർക്കാൻ പറ്റില്ല എന്നുള്ള നിർബന്ധമായിട്ടും അയാളത് വിടിഞ്ഞിട്ട് സുജൂദി പോകണം എന്നാ. മനസ്സിലായോ? ഫുള്ള് ഓതിയാലും ഓതിയില്ലെങ്കിലും സുജൂദി എണിക്കണതിന് മുമ്പ് അവിടെ നിങ്ങളെത്തിരിക്കണം. അത് വേറെ സംസാരം അവിടെ ഇല്ല. ഫുള്ള് ഓതാണ്ടിരിക്കും. പിന്നെ ഫുള്ള് ഓതൽ അഫ്ളലായ രൂപം ആണ് കുനൂത്ത് എന്ന് പറഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലിയാലും കുനൂത്ത് കിട്ടി. അല്ലാഹുമ്മ അഗ്ഫിർലി അഗ്ഫർ വറഹംനി യാ റഹ്മാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും കിട്ടി. അത്രയാണ് കുനൂത്ത്. കുനൂത്ത് എന്ന് പറയുന്നത് കുനൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ഒരു അള്ളാഹുവിനെ പുകഴ്ത്തലും ദുആ ചെയ്യലും പിന്നെ സലാത്ത് ചൊല്ലലും ഇതുണ്ടെങ്കിൽ കുനൂത്തായി. അത് കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം. മനസ്സിലായില്ല? അപ്പോൾ ഒരാൾ അല്ലാഹുമ്മ ഹദീന തന്നെ ചൊല്ലണം, വാശി പിടിക്കുക, എന്നിട്ട് സുജൂദിന്, അയാൾ കുറ്റക്കാരാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. അയാളെ ഷാഫിന്ന് വിളിക്കാൻ കഴിയില്ല. കുറച്ച് വീര്യം കൂടിയ സാധനമാണത്. ചില ആൾക്കാർ, എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട്, പള്ളിയിൽ ജമാഅത്തിന് വരില്ല. എന്തുകൊണ്ട്? ഇമാമ് നൂത്തോതാത്തതുകൊണ്ട്. പള്ളി ജമാഅത്ത് വരും, സുബൈക്ക് വരില്ല, ഒരിക്കലും സുബൈക്ക് വരില്ല. വീട് അടുത്താണെങ്കിൽ, പള്ളിയിൽ അടുത്താണ് വീട്. ഒരു വട്ടം പോലും സുബൈക്ക് അയാൾ പള്ളി കണ്ടിട്ടില്ല. അയാൾ ബാക്കിയുള്ള 4 വക്തിനും ഉണ്ടാവും, സുബൈക്ക് ഉണ്ടാവില്ല. കാരണം കുനൂത്തില്ലാത്ത പള്ളിയിൽ അതാണ് വീര്യം കൂട്ടിയതാണ്. കാരണം ഇയാൾ ജമാഅത്തിൻ്റെ കൂലി കളഞ്ഞു വിളിച്ച് സുബഹി പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം എന്നാ. മാത്രം ബഷീറിൽ മഷാഇന ഫിദ്ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ എന്നൊക്കെ പറഞ്ഞ്, അതായത് പൂർണ്ണമായ പ്രകാശം ഖിയാമം നാൾ കിട്ടും. അതായത് സുബഹിക്കും ഇശാക്കും പള്ളിയിൽ നടന്നു പോയാൽ. അതൊക്കെ ഇയാൾ ഒഴിവാക്കിയിട്ട് എന്തൊക്കെ ചെയ്തു. അതായത് ചുരുക്കം പറഞ്ഞാൽ ഷാഫികളെ നാട്ടിൽ നിങ്ങൾ വീര്യം പിടിച്ചാൽ ഓക്കെ, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ, അയാൾക്ക് ഓപ്ഷനുകൾ ഇഷ്ടം പോലെ എടുക്കേണ്ട. അവിടുത്തെ പള്ളിയിൽ അയാൾ ഓതണില്ല, അപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു പോകാൻ അപ്പുറത്തെ പള്ളിയിൽ ഓതും ഇല്ല. മനസ്സിലായില്ല? നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ മഹല്ലിയിൽ തന്നെ ഇവിടെ പള്ളിയിൽ ചെല്ലിന് കുറച്ച് മെനക്കെട്ട കുറച്ചായിട്ട് നടന്ന അപ്പുറത്ത് പള്ളി ഉണ്ടാവും. ഈ കുറച്ചുകൂടി മെനക്കെട്ടാൽ വണ്ടിയോ ബൈക്കോ എടുത്തിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ വള്ളി ഉണ്ടാവും. തോന്നണില്ല ഇയാളെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാലോ.
നമ്മൾ നിർബന്ധിതനാവണില്ല. അപ്പം നിങ്ങൾ വാശി പിടിക്കേ, നിങ്ങൾ പറയും എനിക്ക് ഖുനൂത്ത് മുഴുവൻ ഓതി തീർക്കാണ്ട് പറ്റൂല, ആ പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല. എന്തിനാ അർദ്ധാവശ്യമില്ലാത്ത വേണമെങ്കിൽ അള്ളാഹ്ക്കറിയാം ഈ ഒരു കഥകൾ വല്ലാത്ത. ഇമാമിൻ്റെ ഒപ്പം കൈ കെട്ടണേൽ എന്തൊക്കെ ഫളുണ്ട് എന്നാ. അതായത് വാശി പിടിക്കുമ്പോൾ വാശി പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് നോക്കണം. അപ്പോൾ ഗൾഫ് നാടുകളിൽ ഗൾഫ് എന്നല്ല, കേരളം ഷാഫികൾ നാടിൻ്റെ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഹനഫികളെ അടുത്ത് വീണതിൽ അത്രയും എന്താണ് സമി അല്ലാഹു ലിമൻ ഹമീദ റബ്ബനാ ലക്കൽ ഹംദ് കഴിഞ്ഞിട്ട് സുജൂദ് ഇതിനെക്കാട്ടിയും സ്പീഡാണ്. അപ്പോൾ ഇയാളെന്ത് ചെയ്യും? അപ്പോൾ വാശി പിടിക്കണതിനൊരു ബുദ്ധിയും കൂടി വേണം. ഇത് ദീനാണ്, കളിത്തമാശല്ല. അപ്പോൾ ഈ നാടുകളിലൊക്കെ വന്നിട്ട് ഒരാൾ അങ്ങനെ വാശി പിടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അയാളെ ജുമുഅ ജമാഅത്തൊക്കെ എന്ത് ചെയ്യണം, വെള്ളത്തിലായിണ്ടാവും. നമ്മൾ ഗായത്ത് മഹ്ഫിൽ അംർ ഈ നാടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി ഇമാമിൻ്റെ അടുത്ത് അയാൾ നിസ്കരിക്കണ നിസ്കാരം അയാളടുത്ത് ശരിയാവണം. ഇവിടെ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ജമാഅത്തൊക്കെ ആണെങ്കിൽ ആള് ബാക്കിൽ നിൽക്കാൻ അയാളെ ബാക്കിൽ നിൽക്കാൻ പറ്റിയതാണോ അല്ലയോ എന്നുള്ളത് നോക്കി നിന്നാൽ മതി. അത് നമ്മളെ കൂടുതലും ബാധിക്കണ സാധനമല്ല. നമ്മളെ ബാധിക്കണ സാധനം പള്ളിയിലത്തെ ഇമാമിങ്ങൾ ബാധിക്കുമല്ലോ. കാരണം നമ്മൾ പള്ളികളിൽ പോയിട്ട് വരുമ്പോൾ അയാൾ മിക്ക സമയത്തും മിക്കല്ല കൂടുതലും 90%, 95% വരെ ഓത്ത് ശരിയാവുന്ന ആൾക്കാരാണ്. കാരണം ടെസ്റ്റ് എടുത്തിട്ട് വരുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ പിന്നെ ബാക്കി ഇങ്ങനെ എന്താ ചെയ്യുക? അറിയാം, അയാളെടുത്ത് അയാളെ നിസ്കാരം ശരിയായാൽ മതി. അത്ര നമ്മൾ നിബന്ധന വെക്കണം. പറഞ്ഞ വ്യക്തമായ കുനൂത്ത് ഓതണ, അതായത് കുനൂത്ത് ഇവിടെ ഇല്ലയെന്ന് പറയാം. കുനൂത്ത് ഷാഫിഈ മദ്ഹബിയിലാണ് കുനൂത്ത് ഉള്ളത്, ബാക്കിയുള്ള മദ്ഹബിൽ കുനൂത്തില്ല. പിന്നെ മാലിക്കി മദ്ഹബിൽ കുനൂത്തുണ്ട്, അത് റുക്കൂഇൻ്റെ മുമ്പാണ്. മനസ്സിലായില്ല? റുക്കൂഇന് ശേഷമല്ല, റുക്കൂഇൻ്റെ മുമ്പാണ്. അപ്പോൾ കുനൂത്ത് ഓതണ അതായത് ഷാഫികൾ നാടാണെങ്കിലല്ല കുനൂത്ത് ഓതുള്ളൂ. ഇപ്പോൾ ഷാഫികളുടെ നാട്, ഈ നാടുകളിൽ നാഗുള്ള ഷാഫികളുടെ നാട് ഒറ്റ നാടാണ്, ദുബൈയാണ്. ദുബൈയിലാണ് പഴയ കാലം മുതൽ ഷാഫികൾ ഉള്ള നാട്. മനസ്സിലായി? അപ്പോൾ അവിടെ അങ്ങനെ വെക്കുമ്പോൾ ഓതണവർക്ക് ഓതാം. മനസ്സിലായ? ഇവിടെ ഓതണവർക്ക് ഓതാന്നുള്ളത് അങ്ങനെ ഇല്ല. എവിടെ? അല്ല, കുഴപ്പമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കുഴപ്പമില്ല. മനസ്സിലായ? അങ്ങനെ വലിയ വിഷയമാക്കില്ല. ആൾക്കാർ വിഷയമാക്കുമ്പോഴാണ് വിഷയമാവുന്നത്. എന്നിട്ട് പറഞ്ഞ ഖുനൂത്ത് ഓതുക في الركعة الثانية في اعتدالك عن الركوع ثم اسجد مكبرا الله أكبر ചൊല്ലിയിട്ട് സുജൂദിലേക്ക് പോകുക. അപ്പോൾ ഇന്തിഖാലിൻ്റെ, അതായത് സുജൂദിയിൽ എത്തണതിന് മുമ്പ് തക്ബീർ തീരും. ഗൈറ റാഫിഇൻ യദൈക, കൈ ഉയർത്തരുത്. കൈ ഉയർത്തൽ സുന്നത്തില്ല സുജൂദി പോകുമ്പോൾ. ഫളഅ അവലൻ അലൽ അർദി റുക്ബതൈക, ആദ്യം മുട്ടുകാലുകൾ വെക്കുക, മുട്ടുകൾ. സുമ്മ യദൈക, കൈ വെക്കുക. സുമ്മ ജബഹതക മക്ഷൂഫതൻ, നെറ്റി കാണിച്ചിട്ടന്നായിരിക്കണം. ഇത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നെറ്റി കാണിക്കണം എന്നുള്ളത് നമ്മളെ മദ്ഹബ് മാത്രമാണ്. ബാക്കിയുള്ള ഒരു മദ്ഹബിനും നെറ്റി കാണിക്കണം നിർബന്ധമില്ല.
അപ്പോൾ അയാൾ ഇങ്ങനെയല്ല ഇങ്ങനെ വെച്ച് നിസ്കരിച്ചാലുള്ള നമസ്കാരം ശരിയാണ്. നമ്മളെ മതബി മാത്രമാണ് നെറ്റി കാണിക്കാൻ നിർബന്ധമുള്ളൂ. ചില ആൾക്കാർ തൊപ്പി ഇങ്ങനെ ഇട്ട് അയാളുടെ നിസ്കാരം അയാൾ ബാക്കി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അയാളെടുത്ത് നെറ്റി മുട്ടിയാൽ മതി. അത് എന്താണ് മറ ഉണ്ടെങ്കിലും ഒരുപോലെ തന്നെയാണ്. കാരണം എന്താ ഇപ്പോൾ കാല് താഴെ മുട്ടണ്ട മുട്ട് ഇല്ല നിസ്കാരം ശരിയാവോ? സുജൂദ് ശരിയാവോ? എന്താണ് 7 അവയവങ്ങൾ മുട്ടണമെന്നല്ലേ, അതിൽപ്പെട്ടൊന്നല്ലേ മുട്ട്. ആ മുട്ട് താഴെ മുട്ടുമ്പോൾ മുട്ടുമ്പോൾ മറല്ലേ? ഒരു ന്യായമ മറണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എന്താണ് തല, അതുപോലെ തന്നെ കാലും സോക്സ് ഇട്ട് നിസ്കരിച്ച് ശരിയാവില്ല. ശരിയാവണ്ട്. ചോദിച്ചതാണ്. അഫ്ളൽ സോക്സ് ഇല്ലാണ്ട് തന്നെയാണ്. മനസ്സിലായ? അപ്പോൾ ഏതിൻ്റെ മേലിലാണ് എന്താണ് ഇതാക്കേണ്ടത്? നെറ്റി മുട്ടണം എന്ന് പറഞ്ഞ് നെറ്റി എന്നെ മുട്ടണം എന്നാണോ നെറ്റി മുട്ടണം എന്നാണോ, മറയുണ്ടായിട്ട് മുട്ടണം എന്നാണോ നേരിട്ട് മുട്ടണം എന്നുള്ള ചർച്ച. നമ്മളെ മതബിയിൽ നെറ്റി നേരെ തന്നെ മുട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. മനസ്സിലായ? വദഇൽ അൻഫ മഅൽ ജബ്ഹ, മൂക്കും വെക്കുക, നെറ്റിനൊപ്പം മൂക്കും വെക്കുക, തട്ടിക്കുക. വജാഫി മിർഫഖൈക അൻ ജംബൈക്, അതായത് ദൂരമാക്കുക, അതായത് ഇങ്ങനെ പിടിക്കരുതെന്ന്. റുക്കോയിൽ പറഞ്ഞ പോലെ തന്നെ സുജൂദ് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കരുതെന്ന്. വഅഖില്ല ബത്നക അൻ ഫഖിദൈക്, വയറും കാലും ഇങ്ങനെ ആക്കിയിട്ട്, അതായത് ഫുള്ളും ഒട്ടി പിടിക്കരുതെന്ന്. വൽ മർഅതു ലാ തഫ്അലു ദാലിക്, പെണ്ണ് അങ്ങനെയാണ്. കൈയും മുട്ടിച്ചിട്ട് വയറുമ്മിൽ കാലും മുട്ടിച്ചിട്ട്, അതായത് ഒതുക്കത്തോടെ. വദഅ യദൈക അലൽ അർദി ഹദ്വ മൻകിബൈക്, അതായത് ചെവിടിൻ്റെ അവിടെ, അതായത് ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ. വലാ തഫ്റുഷ് ദിറാഅൈക അലൽ അർദി, ഭൂമിയിൽ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ മുട്ടിച്ച് വെക്കരുത്, നായ കിടക്കണ പോലെ കിടക്കരുതെന്ന്. മനസ്സിലായ? മുഴുവനെ അങ്ങനെ തന്നെ. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. അതായത് സ്ത്രീകൾക്ക് വരുന്നതാകെ എന്താണ്, ഇങ്ങനെ ഒട്ടി പിടിക്കുക, വയറും കാലും ഒട്ടി പിടിക്കുക. വഖുൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി ഉണ്ട്, വബിഹംദി സലാസൻ 3 വട്ടം, ഔ സബ്അൻ 7 ഔ 10 ഇൻ കുൻത മുൻഫരിദൻ. ഇതൊക്കെ ഒറ്റക്കാണെങ്കിലോ മഹ്സൂറായ ഇമാമാണെങ്കിലോ ഒക്കെയാണ്. 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 മേക്ക് 11 എന്ന് പറഞ്ഞു. സുമ്മ തർഫഅ മിന സുജൂദി മുകബ്ബിറൻ, തക്ബീർ ചൊല്ലി സുജൂദിൽ നിന്ന് എണിക്കുക. ഹത്താ തഅ്തദില ജാലിസൻ, നിവർന്ന് ഇരിക്കുക. അപ്പോൾ സുജൂദ് എണിക്കുമ്പോൾ അല്ലാഹു അക്ബർ, ഒന്നും ഭയങ്കര നീട്ടാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ലല്ലോ. കാരണം സുജൂദിന് എണിച്ചിരിക്കുമ്പോഴത്തേക്കും അല്ലാഹു അക്ബർ അല്ലേ, സമയം അല്ലാഹു ലിമൻ ഹമീദ പോലത്തെ സമയമല്ലേ കിട്ടണോ. ആകെ ഭയങ്കര നീട്ടം വരെ സുജൂദിക്ക് പോണേലും സുജൂദിൽ നിന്ന് എണിക്കണേലാണ് അല്ലേ. അതെ, അല്ലാഹു അക്ബർ കണ്ട അത്രയും അല്ലെങ്കിൽ സുജൂദിക്ക് പോകുമ്പോൾ സമയം അല്ലാഹു ലിമൻ ഹമീദേന്ന്. അല്ലാത്തതിലൊക്കെ ചെറിയ ഷോർട്ടാണ്. അങ്ങനെ മൈക്ക മദഹബാണത്, മൈക്കൊക്കെയുള്ള മദഹബ്. 4 മദഹബിലും എന്താണ് പറയുക, ഇന്തിഖാൽ, ഇതിൻ്റെ പേര് തന്നെ ഇന്തിഖാലിൻ്റെ തക്ബീറത്തുന്ന. അത് ഇന്തിഖാലിൻ്റെ സമയത്ത് ഉണ്ടാവേണ്ട തക്ബീറത്തല്ല, ഇന്തിഖാൽ കഴിഞ്ഞിട്ടോ ഇന്തിഖാലിന് മുമ്പോ ഉണ്ടാവേണ്ടല്ല. ഈ തക്ബീർ കേട്ടിട്ട് ചില റുക്കുവിൽ പിടിക്കല് ഇതാവല്ലേ. അപ്പോൾ
ചിലവരിപ്പോൾ നല്ല രസമാണ് റുക്കോയി പോയതിന് ശേഷം അല്ലാഹു അക്ബർ, അല്ല സുജൂദി പോയതിന് ശേഷം അല്ലാഹു അക്ബർ, എണിച്ച് നിന്നതിന് ശേഷം അല്ലാഹു അക്ബർ. ചിലവർ അതിനെക്കാട്ടി രസം ഞാനൊരു വട്ടം കണ്ടിട്ടുണ്ട്. ഒരു പള്ളി പോയപ്പോൾ അയാൾ സുജൂദിയിലേക്ക് പോകുമ്പോഴൊന്നും അല്ലാഹു അക്ബർ പറഞ്ഞില്ല, ഇങ്ങനെ പോയി സുജൂദിയിൽ എത്തിയിട്ടല്ല അല്ലാഹു അക്ബർ, എത്തണതിൻ്റെ മുമ്പ് മൈക്കിൻ്റെ ആ ഒരു ഇതില്ലല്ലോ, മൈക്കിൻ്റെ ഒരു അപ്പോൾ മൈക്കിൻ്റെ അവിടേക്ക് ചുണ്ടെത്തിച്ചിട്ട് അല്ലാഹു അക്ബർ എന്നറിയിട്ട് സുജൂദ്. ഓരോ രസങ്ങളാണ്, മനസ്സിലായ? വജ്ലിസ് അലാ റിജ്ലിക്കൽ യുസ്ര, ഇടത്ത കാലും ഇരിക്കുക. വൻസിബ് ഖദമക്കൽ യുംന, വലത്ത കാലം ഇങ്ങനെ ആയിട്ടിരിക്കുക. അത്തഹിയാത്തിൻ്റെ അടുത്തല്ല, ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ അടുത്ത് അറിയില്ലേ, അങ്ങനെ ഇരിക്കുക. അങ്ങനെ തന്നെ ഇടത്ത കാലുമ്മിൽ ഇരുന്ന് വലത്ത കാല് അങ്ങനെ ആക്കിയിട്ടിരിക്കുക, അതന്നെ. വൻസിബ് ഖദമക്കൽ യുംന വദഅ യദൈക അലാ ഫഖിദൈക, തുടമ്മിൽ അതായത് കാലുമ്മിൽ ഇങ്ങനെ വിരൽ വെക്കുക. വൽ അസാബിഉ മൻഷൂറ, വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ടല്ല, ഇങ്ങനെ. വഖുൽ, എന്നിട്ട് പറയുക റബ്ബി ഗഫിർലി. റബ്ബി ഗഫിർലി ആവർത്തിക്കൽ സുന്നത്താണ്, 3 വട്ടം ആവർത്തിക്കൽ. റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വജ്ബുർനി വആഫിനി വഅഫു അന്നി, ഇത് സുന്നത്താണ്. വഅഫു അന്നി ഹദീസിൽ വന്നിട്ടില്ല. എന്നിട്ട് പറയുക സുമ്മ സ്ജുദ് സജ്ദതൻ സാനിയതൻ കദാലിക, രണ്ടാമത്തെ സുജൂദും ചെയ്യുക ആദ്യത്തെ സുജൂദ് പോലെ തന്നെ. പറഞ്ഞു സുമ്മ തഅ്തദിലു ജാലിസൻ ലിലിസ്തിറാഹതി ഫീ കുല്ലി റക്അത്തിൻ ലാ തശഹുദ അഖീബഹാ, തശഹുദ് അടുത്തതായി തശഹുദ് ഇല്ലാത്ത എല്ലാ സുജൂദിനും എണിച്ചാലും, അതായത് രണ്ടാമത്തെ സുജൂദിന് എണിക്കുമ്പോൾ തശഹുദ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്തിറാഹത്തിൻ്റെ ഇരിക്കുക. അപ്പോൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കുക. പറ്റാത്ത അതൊക്കെ ജായിസാണ്, മനസ്സിലായില്ല? അതായത് അയാൾ പറ്റണ പോലെ ഇതാക്കുക. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ചെറിയ ഇരുത്താണ്, അല്ലല്ല. ഇത് വഹിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സുമ്മ തഖൂമു ഫതദഉൽ യദൈനി അലൽ അർദ്, എന്നിട്ട് കൈ രണ്ടും ഭൂമിയിൽ ഇസ്തിറാഹത്തിരുന്നിട്ട്, അതായത് ഇസ്തിറാഹത്തിൽ ഇരുന്നതിൻ്റെ ശേഷം അത് തക്ബീർ ചൊല്ലിട്ട് ഇസ്തിറാഹത്തിൽ ഇരിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഇസ്തിറാഹത്തിൽ നിന്ന് എണിച്ചിരിക്കുക, തക്ബീർ ചൊല്ലിന്നല്ല. ഓര് പറഞ്ഞത് എങ്ങനെ, സുജൂദിൽ നിന്ന് എണിച്ച് ഇസ്തിറാഹത്തിലേക്ക് കുത്തിരിക്കുക ഒന്നും ചൊല്ലാതെ. എന്നിട്ട് കൈ താഴെ വെക്കുക. വലാ തുഖദ്ദിം ഇഹ്ദാ റിജ്ലൈക ഫീ ഹാലത്തിൽ ഇർത്തിഫാ, എണിക്കുമ്പോൾ ഒരു കാല് മുന്തിച്ച് ഒരു കാല് ബന്ധിക്കലല്ല വേണ്ട, കാല് ഒരുമിച്ചിട്ടാണ് ഉണ്ടാവേണ്ടത്. വബ്തദി ബിതക്ബീറത്തിൽ ഇർത്തിഫാഇ ഇൻദൽ ഖുർബി മിൻ ഹദ്ദി ജിൽസത്തിൽ ഇസ്തിറാഹ, അപ്പോൾ സുജൂദിൽ എണിച്ച് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ നിന്ന് തുടങ്ങാം. വമുദ്ദഹ ഇലാ മുൻതസഫ് ഇർത്തിഫാഇക ഇലാ ഖിയാമിക് വൽതകുൻ ഹാദിഹിൽ ജിൽസതു ജിൽസതൻ മുഖ്തതഫതൻ ഖഫീഫ. അതായത് ഒരു പറഞ്ഞതനുസരിച്ചിട്ട് ഇസ്തിറാഹത്തിൻ്റെ ജൽസ സുജൂദിൽ നിന്ന് എണിക്കുമ്പോഴല്ല, ഇസ്തിറാഹത്തിൻ്റെ ജൽസത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് തക്ബീർ ചൊല്ലുന്നത്. പക്ഷേ മുഅ്തമദ് അങ്ങനെയല്ല. മുഅ്തമദ് ഇസ്തിറാഹത്തിൻ്റെ ജിൽസത്ത് സ്മോൾ ഇരുത്താണ്, ഭയങ്കര സുഖത്തോണ്ടുള്ള ഒരു ഇരുത്തല്ല, ഒരു സ്മോൾ ഒരു ഇരുത്തം, ഒരു ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ അല്ലാഹു അക്ബർ, മൊത്തത്തിൽ അല്ലാഹു അക്ബറാണ്. ഈ പറഞ്ഞ മുഅ്തമദല്ല, മനസ്സിലായില്ല? സുജൂദ് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞിരിക്ക. പിന്നെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇത് വത്തകുൻ ഖഫീഫത്തൻ മുഖ്തതഫ എന്ന് പറഞ്ഞല്ലോ, അതായത് പെട്ടെന്നാണ്ട് ഇരുന്നിട്ടാണ്ട് ഒരു ഗ്യാപ്പ് കൊടുക്കലാണ്, മനസ്സിലായില്ല? എങ്ങനെ വേണേലും ഇരുന്നോളി,
അതായത് ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരുന്നോളി, കുഴപ്പമില്ല, അതിനൊന്നും വിഷയമില്ല, അതൊന്നും വിഷയമില്ല. അത് സ്മോൾ ലിറ്റിൽ പെട്ടെന്ന്, അതും റക്കാത്തിനെ ബാധിക്കാത്ത രൂപത്തിലായിരിക്കണം, ബാധിക്കരുത്. ഇപ്പോൾ നാലാമത്തെ റക്കാത്തിലാണ് ഇയാൾ ഇസ്തിറാഹത്തിൻ്റെത് വെക്കുന്നത് വെച്ചോ, ഇയാൾ ഇങ്ങനെ ആക്കി എണിച്ച് കഴിയുമ്പോഴത്തേനും ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടില്ല എന്നുണ്ടല്ലോ, അയാൾ ഇസ്തിറാഹത്ത് വിടണം. ഫർളോ റുക്നോ ബാധിക്കരുതല്ലോ, മനസ്സിലായി? നല്ല പറഞ്ഞു വസല്ലി റക്അത الثانية كالأولى وأعد التعوذ في الابتداء. ആദ്യത്തെ റക്അത്ത് പോലെ തന്നെയാണ് രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കുക, രണ്ടാമത്തെ റക്അത്ത് പോലെ തന്നെയാണ് മൂന്നാമത്തെ റക്അത്ത് നിസ്കരിക്കുക. വഅദി തഅവൂദ ഫിൽ ഇബ്തിദാ, എല്ലാ റക്അത്തിലും ഔദു ചൊല്ല, സൂറത്ത് ഓതണതിൻ്റെ മുമ്പ്, ഫാത്തിഹ ഓതണതിൻ്റെ മുമ്പ്. ഔദു ബില്ല സുന്നത്ത് കിട്ടൊക്കെ ചെയ്യും, അസ്ല് കിട്ടും. പക്ഷേ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയലാണ്, മുഴുവനായിട്ട് പറയലാണ് അവിടെ വേണ്ടത്. സുമ്മ തജ്ലിസു ഫിർ റക്അത്തി الثانية للتشهد. രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് തശഹുദിന് ഇരിക്കുക. وضع اليد اليمنى في جلوس التشهد على الفخذ اليمنى مقبوضة الأصابع. അതായത് ഇല്ലൽ മുസബ്ബിഹത വൽ ഇബ്ഹാമ ഫതുർസിലുഹുമ. അതായത് ഈ രണ്ട് വിരലൊഴിച്ചിട്ട്, അതായത് അത്തഹിയ്യാത്തിൽ എപ്പോൾ ഇരിക്കുമ്പോൾ തുടക്കം മുതൽ ഇങ്ങനെയാണ്. എപ്പോൾ മുതൽ? തുടക്കം മുതൽ ഇങ്ങനെയാണ്. ഈ 3 വിരൽ പൂട്ടി ഈ 2 വിരൽ തുറന്നിട്ടാണ് തുടക്കം മുതൽ. തഹിയ്യാത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെയാണ്. وأشر بمسبحة يمناك عند قول إلا الله لا عند قول لا إله. അതായത് അങ്ങനെയല്ല, അങ്ങനൊക്കെ ഇങ്ങനെ അത്ര വേണ്ട, കുറച്ച് അത്ര അതൊക്കെ അത്ര ആക്കണ്ട, കുറച്ച് എന്നിട്ട് ഇല്ലല്ലാ, മനസ്സിലായ? അല്ലാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇല്ലല്ല. ആദ്യം തന്നെ ഇതാ കണ്ടില്ലേ, ആദ്യം തന്നെ മഖ്ബൂദത്തുൽ അസാബി ഇല്ലൽ മുസബ്ബിഹത വൽ ഇബ്ഹാം, ഈ 2 വിരലൊഴിച്ച്. അപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ, അത്ര വേണ്ട, സാധാരണ അത്രേ വേണ്ടുള്ളൂ. ഇല്ലല്ലാ ഓ ഒന്തിക്ക പറഞ്ഞു തരിക, പൊന്തിച്ച് സലാം വരാം, അങ്ങനെ തന്നെ പൊന്തിച്ചിട്ട് അങ്ങനെ തന്നെ സലാം വരാം. അതില്ല, ആ പരിപാടി നമുക്ക്, ആ പരിപാടി ആർക്കുമില്ല, ഒരു മതബിയിലും ഇല്ലാത്ത പരിപാടിയാണത്. ഇങ്ങനെ തുടർച്ചയായിട്ട് എടുക്കുന്ന പരിപാടി ഒരു മതബിനും ഇല്ല. ബാത്തിലൊന്നുമില്ല, അങ്ങനെ ബാത്തിലാവുന്നത് വരലല്ലേ. ബാത്തിലാവണം എന്നുണ്ടെങ്കിൽ അവയവം മുഴുവനായിട്ടാണ് വേണം, അതായത് കയ്യോ കാലോ മേലോ തലയോ ആണ് വേണം. അത് എന്താണ് ഇല്ലാന്ന് എടുത്തു പറഞ്ഞല്ലോ നമ്മളെ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞല്ലോ. എന്താണ് പറയുക, എന്താണ് ഇല്ലല്ലാന്ന് നിസ്കാരത്തിൻ്റെ പുറത്ത് ചൊല്ലിയാൽ സുന്നത്തില്ല എന്നല്ല, ഫത്ഹുൽ മുഈനൊക്കെ ഉണ്ടല്ലോ. നിസ്കാരത്തിൽ മാത്രം ഉണ്ട്, അത് എടുത്തു പറഞ്ഞു. നിസ്കാരത്തിൻ്റെ പുറത്താകുമ്പോൾ സ്ഥലത്ത് വരില്ല, അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ആക്കി സലാം കിട്ടിക്കോളെ. അത് ഊരി ഞാനതൊക്കെ തീർന്നു ഇറങ്ങി മനസ്സിലാക്കേണ്ട ഒരു സലാം വിട്ട കഴിഞ്ഞി. എന്താണിത്? മനസ്സിലായ? അതായത് തഹിയ്യാത്ത് അങ്ങനെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ കൈ കുറേ നേരം ഇങ്ങനെ ഇട്ട് എണിക്കൽ, അത് ഒരു മദഹബും ഇല്ലാത്തൊരു നമ്മളെ എന്താണ് പറയുക, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എണക്കണതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എനക്കി എന്നുള്ളത് വന്നതിനൊപ്പം എനക്കാതെ വെച്ചെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് എനക്കാതെ വെച്ചതാണിത്, എനിക്കേതാണ് ഇല്ലല്ലാ. ഹനഫികൾ പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, എനക്കാതെ വെച്ചു. മാലിക്കൾ പിന്നെ കുറച്ച് വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് അവർ തഹയ്യാത്ത്, ഇങ്ങനെയാണ് അവരും ഇതാ തഹയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അത് കുറച്ച് വേറെ വ്യത്യാസമാണ്. പിന്നുള്ളത് ഹംബലികൾ പറയുന്നത് എന്താണ്? നോക്കാം, അത്തഹയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. എപ്പോഴൊന്നും വിളിക്കില്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ അല്ലാഹുമ്മ സ്വല്ലി. ദുആഇന്റെ തുടക്കത്തിൽ മാത്രം ഒരു അളക്കലാണ്. ഇല്ല ഇല്ല, ഇബ്രാഹിം അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹുമ്മ ഉണ്ടല്ലോ, അതിൽ കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം അലൈഹി സലാം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് അലൈഹി സലാം കമാ ബറക്ത അലാ സയ്യിദിനാ അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു. അല്ലാണ്ട് ഇങ്ങനെ ആക്കണ പരിപാടിയില്ല. രസം ധരിച്ചും ചിലരെ കൈ നമ്മൾ ഊഹിച്ചാലും ആക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു വല്ലാത്ത സിങ്കിങ് ആണ്. അതായത് സെക്കൻഡ് ഒരു ബാറ്ററി ഫിറ്റ് ചെയ്ത പോലെ ഇങ്ങനെ തെറ്റണില്ല. ചില സമയം വേണ്ടി കാത്തിക്കണം. ഈ ചില മലയാളികൾ ഗൾഫ് നാട്ടിൽ വന്നവരുണ്ട്. നമ്മളിവിടെ ഇപ്പോഴല്ല, കുറേ മുമ്പ് ഇതൊക്കെ കാണുമ്പോൾ അടുത്തുള്ള അയാൾ വരാൻ കാത്തിക്കുക. കാരണം അയാളത്തെ അയ്യാത്ത ഇതിങ്ങനെ ശരിക്കും മെഷീന് പോലെ ഒരിക്കലും ആ ഒരു സെക്കൻഡ് മാറണില്ലേ. ഒരു നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചെത്തിയാൽ ഒരു മോളിക്ക് പോകുന്നു താവലൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇയാളതൊരിക്കലാവല്ല, എന്നാലും നല്ല സ്പീഡും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇളക്കം ഇല്ല. വദഇൽ യദൽ യുസ്ര, എടുത്ത കൈ മൻഷൂറത്തൽ അസാബിഇ, തുറന്നിട്ട് ഇങ്ങനെ പൂട്ടി പിടിച്ചിട്ടുമല്ല, ഇങ്ങനെ വിരലുകൾ കൂട്ടി പിടിച്ചിട്ടും ഇങ്ങനെ ആക്കിയിട്ടുമല്ല, സാധാരണ വെക്കുക. അലൽ ഫഖിദിൽ യുസ്ര, എടുത്ത കാലം വജ്ലിസ് അലാ റിജ്ലിക്കൽ യുസ്ര മിൻഹാ ഫി ഹാദ തശഹുദ് കമാ ബൈന സജ്ദതൈനി വഫി തശഹുദിൽ അഖീർ മുതവരിക്കൻ. അതായത് രണ്ട് സജ്ദത്തിൻ്റെ ഇടയിൽ പറഞ്ഞല്ലോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, അങ്ങനെ ഇരിക്കുക ആദ്യത്തെ തശഹുദിൽ. അവസാനത്തെ തശഹുദിൽ തവറുക്ക് ഇരിക്കുക. തശഹുദല്ല ശരിക്കും തവറുക്കിൻ്റെ കാരണം. സലാമിൻ്റെ മുമ്പത്തെ ഇരുത്തമാണ് തവറുക്ക്. എന്താണ്? സലാമിൻ്റെ മുമ്പത്തെ ഇരുത്തം. അപ്പോൾ സഹുവിൻ്റെ സുജൂദുള്ള ആൾക്ക് അവസാനത്തെ തശഹുദിൽ എന്താണ് തവറുക്ക് സുന്നത്തുണ്ടാ? പറഞ്ഞില്ല. സലാമിൻ്റെ മുമ്പത്തെ ഇരുത്തത്തിലാണ് തവറുക്ക് സുന്നത്ത്. പറഞ്ഞിരിഞ്ഞ തശഹുദിൻ്റെ ഇരുത്തല്ല, സലാമിൻ്റെ മുമ്പ് വരുന്ന ഇരുത്തം. അപ്പോൾ സലാമിൻ്റെ മുമ്പ് വരുന്ന ഇരുത്തത്തിന് വ്യക്തമായ തശഹുദിനെന്ന് നമ്മൾ പറയും പൊതുവായിട്ട്. ഹഖീഖത്ത് എന്താണ്? സലാമിൻ്റെ മുമ്പത്തെയാണ്. അപ്പോൾ സഹുവിൻ്റെ സുജൂദുള്ള ആൾ ഇഫ്തിറാഷായിട്ടാണ് ഇരിക്കുക തശഹുദിൽ. അല്ലെങ്കിൽ ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിച്ച ആളും തവറുക്കല്ല ഇരിക്കുക, ഇഫ്തിറാഷ ഇരിക്കുക. കാരണം സലാമില്ലല്ലോ, അടുത്ത് സലാമല്ലല്ലോ. സലാമുള്ളതിൻ്റെ മുമ്പാണ് തവറുക്ക് വരെയുള്ളൂ. പറഞ്ഞിരിഞ്ഞ എന്നിട്ട് പറഞ്ഞു വതസ്തക്മിലു ദുആ അൽ മഅറൂഫ് അൽ മഅ്സൂർ, അറിയപ്പെട്ട ദുആ അവിടെ ചൊല്ലുക.
ബഅദ സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അത്തഹിയ്യാത്തിലുള്ളത് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ഇല്ല. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു, അതൊക്കെ ചൊല്ലുക എന്ന് പറഞ്ഞാണ്, ഒരു ചുരുക്കി പറഞ്ഞാണ്. മാത്രമല്ല ഇത് ഓതണ ആൾ ഹിദായത്തിൻ്റെ തുടക്കം തേടിയ ആളാണ്, തീരെ ഹിദായത്തില്ലാത്ത ആളല്ലല്ലോ, അവരോടല്ലല്ലോ പറയുന്നത്. അദ്കാറു സബാഹ ചൊല്ലിയിട്ടില്ല എന്നൊക്കെ, പക്ഷെ നിസ്കരിച്ച് തുടങ്ങിയിട്ടില്ല എന്നറിയാൻ അതെന്തൊരു പ്രശ്നം, മുസീബത്തല്ലേ. അതുകൊണ്ടാണ് ഒരു എന്താണ് മെയിൻ കുനൂത്ത് ചൊല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുമ്മ ഹ്ദിനി എന്ന് ഇറങ്ങിയിട്ട് ചൊല്ലി, ബാക്കിയുള്ളതിൽ നമ്മൾക്ക് ദിക്റുകൾ പറഞ്ഞു തന്നല്ലോ പള്ളിയിൽ കയറുമ്പോൾ. കാരണം ഹിദായത്ത് തേടി വന്ന് മിനിമം എടുക്കുമ്പോൾ ഒരു ചെറിയ ഒരാൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, നിസ്കരിക്കും, നിസ്കാരം വിടേണ്ട പരിപാടി ആൾക്കാർ പാടില്ലല്ലോ. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടില്ല, റോട്ടിൽ കടന്നിട്ടില്ല, അങ്ങനെ ദിക്റൊന്നുമില്ല, എന്താ ശരിയായ റൂട്ടിയിലല്ല ഇപ്പം ഉള്ളത്, നിസ്കരിച്ചു പോവും. അപ്പോൾ നിസ്കാരം ഉണ്ട് എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഈ റൂട്ടിൽ കടക്കണ ആൾ ഇതിപ്പോൾ ഈ കിതാബ് ഓതി കൊടുക്കുമ്പോൾ നിസ്കാരം ഇല്ലാത്ത ഒരാളോടല്ല ഈ കിതാബ് ഓതുന്നത്. നിങ്ങൾ റൂട്ടിൽ നിങ്ങളെ പിടിച്ച് നന്നാക്കാൻ ആ റൂട്ടിലിടുകയാണ്, മിനിമം ക്വാളിറ്റി റൂട്ടിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ ദിക്റൊന്നും ചൊല്ലില്ല, പള്ളി കയറുന്ന ദിക്ർ തന്നെ ചിലപ്പോൾ അറിയൂല. അപ്പോൾ മൗലിയക്കന്മാരും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന മുഴുവനായിട്ട് ചൊല്ലണ എത്ര മൗലിയക്കന്മാരെ അറിയും? കുറവാണ്. മനസ്സിലായില്ല? ഒന്നോലെ അറിവുണ്ടാവും, പണിയെടുക്കില്ല, അല്ലെങ്കിൽ അറിവും ഉണ്ടാവില്ല, അതിൽ പണിയെടുക്കുക ഉണ്ടാവില്ല, മൗലിയാർ തന്നെ ഇരിക്കും. എന്നിട്ട് പറഞ്ഞു വജ്ലിസ് فيه على وركك الأيسر وأضجع رجلك اليسرى خارجة من تحتك وانصب القدم اليمنى. ഇഫ്തിറാഷിൻ്റെ തവറുക്കിൻ്റെ രൂപം പറഞ്ഞു. അതായത് നിങ്ങൾ ഇരിക്കണ ഇരുത്തം അതന്നെ, ആ ഇരുത്തന്നെ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ സുന്നത്ത് കിട്ടി. അത് ഏത് രൂപത്തിലാണെങ്കിലും അങ്ങനെ ആണെങ്കിലും സുന്നത്ത് കിട്ടും, കുറച്ച് പൊന്തിച്ചിട്ടാണെങ്കിലും സുന്നത്ത് കിട്ടും, അങ്ങനെ പോവും. കാരണം എന്താണ് അങ്ങനെയാണ് പൂർണ്ണമായത്. സുന്നത്ത് കിട്ടില്ല എന്നാവില്ല, പൂർണ്ണമായത് അങ്ങനെയാണ്. ആ പൂർണ്ണതേനെ ഇതന്നെയാണ്. അതേസമയത്ത് ഇങ്ങനെ ഇരുന്ന് പക്ഷേ വിരലുകൾ ഖിബിലനെ മുന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണ കിട്ടില്ല, പക്ഷെ തവർക്കിന് കിട്ടും. ثم قل بعد الفراغ, അത് തീരുമ്പോൾ പറയുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മറത്തൈൻ, വലത്തോട്ടൊരു വട്ടം എടുത്തോട്ടൊരു വട്ടം. മിനൽ ജാനിബൈൻ വൽതഫിത്ത്, തിരിയുക. ബിഹൈസു യറാ ഖദ്ദൈക, കവള് ബാക്കിയുള്ളവർ കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് അറിയുമ്പോൾ നമ്മളെ കവള് ബാക്കിയുള്ള ഒരാൾ കാണണം, അത്രയും തിരിക്കണം. അസ്സലാമു അലൈക്കും, എങ്ങനെ അസ്സലാമു അലൈക്കും നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നേരെ തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അസ്സലാമു അലൈക്കും ഖിബ്ലക്കാണ്, വറഹ്മത്തുള്ളാഹാണ് എടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അല്ലേ, അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത്ര എണുക്കാൻ എന്തിനാ? എനിക്ക് ബാത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് എടുത്തുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ രസം ധരിച്ചാൽ ഈ അസ്സലാമു അലൈക്കും ചിലവർ വേർപ്പെടുത്താണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ ഒരു പള്ളിയിലത്തെ ഇമാം അങ്ങനെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. താശക്കറിഞ്ഞില്ല, ഒരു പള്ളിയിലത്തെ ഇമാം അങ്ങനെയാണ്. പ്രശ്നം എന്താ വെച്ചാൽ കിതാബ് നോക്കിയിട്ട് മസാലത്ത് പഠിച്ചു വെച്ചാണ് അസ്സലാമു അലൈക്കും ഖിബ്ലക്കും വറഹ്മത്തുള്ളാഹി പുറത്ത്. അപ്പം അങ്ങനെയല്ലേ അല്ല, അതായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇല്ല. അത് ഞാൻ മനസ്സിലായി അത് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉണ്ടല്ലോ, കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് ഇപ്പം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആക്കേണ്ട എന്ത് ആവശ്യമുണ്ട്? ഒരു ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والتفت بحيث يرى وانوي نية വെക്കുക السلام على من بجانبيك من الملائكة والمسلمين. മുസ്ലിങ്ങളും മലക്കുകളും അവർക്ക് സലാം ചൊല്ലന്തായി നിയ്യത്ത് വെക്കുക ഖൽബിൽ. അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോൾ മനസ്സിലായ. വഹാദിഹി ഹൈഅത്തു സ്വലാത്തിൽ മുൻഫരിദ്. ഇതാണ് മുൻഫരിദിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം, ചുരുക്കമായ ഒരു രൂപം. എന്നിട്ട് പറഞ്ഞു വഇമാദുസ്സലാ അൽ ഖുശൂ', നിസ്കാരത്തിൻ്റെ നടുത്തൂണ് നട്ടൽ ഖുശൂ' ആണ്. വഹുദൂർ, അതായത് ഒരാൾക്ക് ആ നിസ്കാരം നിവർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഖുശൂ' ആണ്. മെയിൻ സാധനം ഖുശൂ' ആണ്. മനസ്സിലായ. വഹുദൂറുൽ ഖൽബി മഅൽ ഖിറാഅത്തി വദ്ദിക്രി ബിൽ ഫഹം, അതായത് ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി ദിക്ർ ചൊല്ലുക. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അസീമി വബിഹംദി, എന്തൊരു അസമത്തുള്ള, അസമത്തിന് എന്താ പറയുക, വണ്ണമല്ല, അസമത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു ഭയങ്കരമായ റബ്ബാണ്, എന്തൊരു ഉയർന്ന സ്ഥാനമുള്ള, എന്തൊരു അസമത്തുള്ള റബ്ബിനെ ഞാൻ പുകഴ്ച ചെയ്യുന്നു റബ്ബേ, എന്തൊരു പുകഴ്ച ചെയ്യാൻ അർഹതയുള്ള റബ്ബാണ് ഒക്കെ മനസ്സിലാക്കി ചൊല്ലാം. അങ്ങനെയൊക്കെയാണ് ഖുശൂഅ് കിട്ടുക. ഖുശൂഅ് കിട്ടാൻ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക, ഫാത്തിഹൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. ഫാത്തിഹൻ്റെ അർത്ഥം ഇതിൻ്റെ ഇതിൽ ഐസറു തഫാസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 7 ദർസുണ്ട് ഫാത്തിഹൻ്റെ തഫ്സീർ. അത് കേൾക്കാം ഫാത്തിഹൻ്റെ തഫ്സീർ. അത് കേട്ടിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ ഫർദിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസമാണെങ്കിൽ സുന്നത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാം ഫാത്തിഹ ഓതുമ്പോഴും. അങ്ങനെയൊക്കെയാണ് കൽബ് ഹാദിറാവുക. കൽബ് ഒറ്റയടിക്ക് ഹാദിറാവില്ല. ഇതെന്താണ് ബട്ടൺ സ്വിച്ച് ഇട്ടാൽ വർക്കാവണ പോലെയല്ലേ. നടുത്തൂണ്, അതായത് നിസ്കാരത്തിൻ്റെ ശരിയായ നിസ്കാരം ശരിയാക്കുന്ന നടുത്തൂണാവുന്ന എന്താ, ഖുശൂഉം ഖൽബിൻ്റെ ഹുദൂറും. അത് ഉണ്ടാവുക എങ്ങനെ, അർത്ഥം മനസ്സിലാക്കണം. കുറേ മെനക്കെട്ട് പ്രാക്ടീസ് ചെയ്യണം. സുന്നത്തുകളൊക്കെ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് അള്ളാഹു തൗഫീഖ് തരും. പിന്നെ ഒരാൾ നന്നായി സിദ്ഖോണ്ട് മെനക്കെടണ കണ്ടതിന് റബ്ബൊന്ന് തൗഫീഖ് കണ്ടു കൊടുക്കും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. فقال الحسن البصري رحمه الله تعالى, حسن البصري رحمه الله പറഞ്ഞു, كل صلاة لا يحضر فيها القلب فهي إلى العقوبة أسرع. ഓരോ നിസ്കാരം കൽബ് ഹാദിറല്ലാണ്ട് ഗഫലത്തോടെ നിസ്കരിച്ച നിസ്കാരം അത് ശിക്ഷയിൽക്ക് അടുത്ത നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരം അതങ്ങനെയെന്ന് വെച്ചാൽ നിസ്കാരം നമ്മൾ പേടിയോടെ നിസ്കരിക്കണം. കാരണം അള്ളാഹു നോക്ക ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുക എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതായത് ഇത് ഉയർത്തി പോയിട്ട് എഴുതി ഇതല്ല. നിസ്കാരം സലാം വീട്ടുമ്പോൾ സ്വീകരിച്ചു ഇല്ല, റദ്ദ് ചെയ്തു ഇല്ല, നേരിട്ടിട്ടാണ്. അള്ളാഹു ദുനിയാവിലത്തെ അമാലുകളൊക്കെ വെച്ചത് മലക്കുകൾ എഴുതി ഉയർത്തൽ, മലക്കുകളല്ല അമലുകൾ, നമ്മൾ അമല് ഉയർത്ത. നിസ്കാരം അങ്ങനെയല്ല. അപ്പോൾ സലാം വീട്ടുമ്പോൾ അത് ചുരുട്ടി കൂട്ടി മോന്തക്ക് വലിച്ചറിയും. അതാണ് ഇവിടെ പറഞ്ഞത്, ശിക്ഷയിൽക്ക് അടുത്തതാണ്
ഖൽബ് ഹാദിറല്ലാത്ത നിസ്കാരം ഭയം വേണം. അത് നേരെ വഴിച്ചവനോട് പറഞ്ഞാണ് നിസ്കാരത്തിൻ്റെ വക്തിൽ നിന്ന് പുറത്താക്കിയവൻ, അല്ലെങ്കിൽ വക്തിൻ്റെ അവസാനം നിസ്കരിക്കാൻ ആൾക്കാർ അല്ല പറഞ്ഞു തരിക. അപ്പോൾ നിസ്കരിക്കൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. അള്ളാഹുവിനോട് തൗഫീഖിനൊക്കെ ദുആ ചെയ്യുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ലയുസല്ലി الصلاة, ഒരു അടിമ ഒരു നിസ്കാരം നിസ്കരിക്കും. ഫലാ യുക്തബു ലഹു സുദുസുഹാ വലാ ഉശ്റുഹാ, അവൻക്ക് 6/1 എഴുതപ്പെടില്ല നിസ്കാരത്തിൽ നിന്ന്. വലാ ഉശ്റുഹാ, 10/1 എഴുതപ്പെടില്ല. പിന്നെ എന്താ എഴുതപ്പെടാ? വഇന്നമാ യുക്തബു ലിൽ അബ്ദി മിൻ സ്വലാത്തിഹി മാ അഖല മിൻഹാ, അയാളെ നിസ്കാരത്തിൽ നിന്ന് അയാൾ എത്രയാണ് ശ്രദ്ധ കൊടുത്തത്, ഖൽബ് ഹാദിറായത്, അത് അയാൾക്ക് എഴുതപ്പെടും. 6/1 10/1 എന്നല്ല, അയാൾ എത്രയാണ് ഖൽബ് ഹാദിറായത് ആ നിസ്കാരത്തിൽ, അത് നിസ്കാരമായിട്ട് എഴുതപ്പെടും. നിസ്കരിച്ചില്ല എന്ന് അപ്പോൾ പറയും. അപ്പോൾ ഇപ്പോൾ ഫർളൊക്കെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന നിസ്കരിച്ചില്ല എന്നുള്ള കണക്കിൽ പെടൂല, നിസ്കാരം വീടി, പക്ഷെ നിസ്കാരത്തിൻ്റെ കൂലിയായിട്ട് എഴുതപ്പെടൂല. മനസ്സിലായ? ഫർള് വീടിന്ന് വെച്ചാൽ റുക്നും ഇതും പുറമേക്ക് സഹിഹായാൽ മതി. അതല്ല, നിസ്കാരം നിസ്കരിച്ചിട്ട് അയാൾക്ക് 6/1 10/1 ഇതാ, അയാൾ എത്ര കിട്ടി അത് അത്ര കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അയാൾ 10/1 കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട, 6/1 കിട്ടും എന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനല്ല ഇവിടുത്തെ കണക്ക് എന്ന്. ആ ഖൽബ് എത്ര ഹാദിറായി അത്ര ഞങ്ങൾക്ക് നിസ്കാരമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ളതോ അത് കൂട്ടില്ല. അതാണ് പറഞ്ഞു, ക്ലീനക്സ് പോലെ ടിഷ്യൂ പോലെ എടുത്തിട്ട് അതാണ്ട് ചുരുട്ടി കൂട്ടി മുതക്കളിച്ച ഈയും അത് എടുത്ത് പോയിക്കോളും. ശ്രമിക്കാം. അപ്പോൾ അതാണ് ഒരു ഇത് അവസാനിക്കണമെന്ന് പറഞ്ഞു. വഹാദി ഹൈഅത്തു സ്വലാത്തുൽ മുൻഫരിദ്, മുൻഫരിദിൻ്റെ രൂപമാണ്. ഇനി ആദാബുൽ ഇമാമത്തി വൽ ഖുദ്വ, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഇമാമ് എങ്ങനെയാണ്, മുഖ്തദി എങ്ങനെയാണ്, മുഖ്തദി എന്ന് പറയുന്നത് വേക്കി നിൽക്കുന്ന ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞ് അതാണ് ജമാഅത്തിൻ്റെ അദബുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ജുമുഅൻ്റെതായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ഇമാമിനെ പിന്തുടരുമ്പോൾ ഫാത്തിഹൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിട്ട് മൂന്നാമത്തെ നാലാമത്തെ റക്അത്തിൽ അത് വരും. അത് ജമാഅത്തിൻ്റെ അല്ല, അത് ഞാൻ കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിസ്കാരത്തിന് 13 റുക്നാണ്. എത്ര റുക്ന്? 13. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ നിക്കൽ ഫർളാണ്. അപ്പോൾ നിക്കൽ ഫർളാണ്, സുന്നത്താണ് നിക്കൽ. അപ്പോൾ ഒരാൾ നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്നാൽ ശരിയാവില്ല. കുറേ ആൾക്കാർ ഡിസ്ക് പ്രശ്നമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കസാര കൊടുന്നിട്ട് കസാരയിൽ ഇരുന്നിട്ട്, അപ്പോൾ അയാൾ നിൽക്കണതിൻ്റെ പകരം ഇരുന്നാണ്ട് നിസ്കരിക്കും. ശരിയാവും അയാളെ നിസ്കാരം ആവോ? കാരണം ഫർളാണ് നിൽക്കൽ. അപ്പോൾ ഒരു ഉദാഹരണം, ആള് റിസ്ക് പ്രശ്നമുണ്ട്, ആള് ദൂരത്തുനിന്ന് നടന്നു വന്നത് കൊണ്ട് അയാൾ ഇപ്പം ആദ്യത്തെ റക്അത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 റക്അത്തിൽ നിൽക്കാൻ കഴിയില്ല. അതേസമയം നടന്നു വന്ന് അപ്പം തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, നടന്നു വന്ന് ആദ്യത്തെ റക്അത്തിൽ ഇരുന്ന് നിസ്കരിച്ചാൽ ബാക്കി 3 റക്അത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ ഇരിക്കാണ്? നിക്കൽ ഫർളാണല്ലോ, നിൽക്കാൻ പറ്റണോടത്ത് നിക്കൽ ഫർളാണ്. അപ്പോൾ എപ്പോഴാണ് നിൽക്കാൻ പറ്റാണ്ടിരുന്നത്, അപ്പോഴാണ് അയാൾക്ക് അനുമതി വരുന്നത് ഇരിക്കാൻ. അതെപ്പോഴും ഒഴിവാകുന്നു, അപ്പം നിൽക്കാനും നിർബന്ധമാവും.
അല്ലാണ്ട് പറ്റൂല. അയാൾക്ക് സാധനം എത്തിയാൽ പറ്റൂല്ലാന്ന് എത്തിയാൽ. അപ്പോൾ ചിലവരിപ്പോൾ എന്താണ് കാല് വിറയുന്ന ബാലൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർ കുറേ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് എത്തിയിട്ടാണ്ട് മറിഞ്ഞു വയ്ക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം നിന്നിട്ടുണ്ട് കൈ കെട്ടാ, എത്ര വരെ നിൽക്കാൻ പറ്റും അത്ര നിന്നിട്ട് ഇരിക്കുക. അറിഞ്ഞിരിക്കുക നിൽക്കൽ നിർബന്ധമാണ്. അല്ല, അപ്പം അര നിസ്കാരം അയാൾക്ക് കിട്ടുള്ളൂ. ആ അത് പേടൊന്നുമില്ല, അര നിസ്കാരം കിട്ടുള്ളൂ. അതൊരു സുന്നത്ത്, ഇരുന്ന് നിസ്കരിക്കൽ സുന്നത്താണോ എന്നുള്ളൊരു എന്തുണ്ട്, ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അത് ഇരുന്ന് നിസ്കരിച്ച് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അവരിരുന്ന് നിസ്കരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് അത് വേറെയാണ്, അത് ഇരുന്ന് നിസ്കരിക്കുന്ന പരിപാടിയല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു പറഞ്ഞ് അത് ഇരുന്നിട്ട് തന്നെയാണ് നബി നിസ്കരിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് നിസ്കരിക്കും. അത് സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരിരുന്ന് നിസ്കരിക്കുന്നതല്ല. അതൊരു അഭിപ്രായ വ്യത്യാസം. അതിൻ്റെ ഒറിജിൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസമാണത്. അതാകെ എന്താണ് ഒരു നിസ്കാരമല്ലേ ഉള്ളൂ, എല്ലാ വക്തും ഇല്ലല്ലോ. പറഞ്ഞേ ഇല്ല, എങ്ങനെ അങ്ങനെ വെക്കണതിനെക്കാട്ടി അഫ്ളൽ അങ്ങനെ വെക്കല. കാരണം വിരലുകൾ ഖിബ്ലൻ്റെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല, ഭയങ്കരമായി സ്പ്രെഡ് ചെയ്യണ്ട. അതന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ഖിബ്ലക്ക് മുന്നിടുന്ന രൂപത്തിലാണ് അഫ്ളൽ. താത്തുമ്പോൾ ഖിബ്ലക്ക് മുന്നിടില്ലല്ലോ വിരല്. അങ്ങനെ ആകുമ്പോൾ ഖിബ്ലക്ക് മുന്നിടും. അതുകൊണ്ടാണ് തുടമ്മൽ വെക്കാന്നാണ് ഇമാം ഗസാലി പറഞ്ഞത് റഹിമഹുല്ലാഹ്. അതിലാണ് മുട്ടുമ വെക്കാന്ന് ഇറങ്ങിയില്ല. കാരണം മുട്ടുമ വെക്കാന്ന് ഇറങ്ങിയാൽ പിടിക്കലായി. അപ്പോൾ തുടമ്മൽ നിറങ്ങിയ ഇങ്ങനെ വെക്കൽ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലുകൾ ഖിബ്ലൻ്റെ മുന്നിക്കാവലാണ് അവിടെ സുന്നത്താണ്. അപ്പോൾ ഒരാൾ റുക്കൂഇൽ പോയി മുട്ടൊന്നും പിടിച്ചില്ല, കൈ ഇങ്ങനെ വെച്ച്, ശരിയാവോ? ശരിയാവും, സുന്നത്ത് പോയി. അപ്പോൾ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമ അലൽ ഖാദിർ, ഫാത്തിഹ ഓതൽ, റുക്കൂഅ് സമിഅ അല്ലാഹു ലിമൻ ഹമീദ, എണിക്കൽ, ഇഅ്തിദാൽ, സുജൂദ്, 2 സുജൂദ്, പിന്നെ ഇടയിലുള്ള ഇരുത്തം, പിന്നെ അവസാനത്തെ തശഹുദ്. ആ തശഹുദിൽ സലാത്ത് ചൊല്ലൽ, സലാത്ത് ചൊല്ലൽ. ഈ രണ്ടും സലാത്ത് ചൊല്ലലും തശഹുദും അത്തഹിയ്യാത്തും സലാത്ത് ചൊല്ലലും ഇരിക്കുന്ന രൂപത്തിൽ തന്നെ ആവണം. അവൻ 11 ഇരിക്കുന്ന രൂപത്തിലവൻ അത് രണ്ടും. ഇനി സലാം, പിന്നെ തർത്തീബ്. തുമഅനീനത്ത് റുക്നല്ല. തുമഅനീനത്ത് സുജൂദ് ശരിയാവണം എന്നാണ് തുമഅനീനത്ത് വേണം, റുക്കൂഅ് ശരിയാവണം എന്നാണ് തുമഅനീനത്ത് വേണം. അത് നിബന്ധനയാണ്. എന്തിൻ്റെ? റുക്കൂഇൻ്റെയും റുക്നിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ 13 റുക്നുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞേ. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം, ഫാത്തിഹ ഓതൽ, റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, അവസാനത്തെ തശഹുദ്, അതിന് ശേഷമുള്ള സ്വലാത്ത്. രണ്ടിന് വേണ്ടിയിട്ട് ഇരിക്കൽ. രണ്ടും ഇരിക്കുന്ന രൂപത്തിലാവൻ. രണ്ടിന് വേണ്ടി ഇരിക്കലല്ലേ, രണ്ടും ഇരിക്കുന്ന രൂപത്തിലാവൻ. അപ്പോൾ ഒരാൾ ഇരിക്കുന്ന രൂപത്തിലല്ലാത്ത രൂപം പറഞ്ഞ സുജൂദിന്ന് എണിക്കണ ആപ്പാട് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലാത്തു എന്ന് ഇറങ്ങിയിട്ട് അയാൾ എണിച്ചാൽ ശരിയാവോ? പറഞ്ഞിരുന്നില്ല. അയാൾ ഇരുന്ന് റെഡിയായിട്ടാണ് അത്തഹിയ്യാത്ത് ചൊല്ലാനായിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്ന. സലാമ് തർത്തി പാടാണ്, എളുപ്പമാണ്. പിന്നെ അബാദ് സുന്നത്തുകളുണ്ട്. ഇത് ഫർളാണ്, ഇത് വിടാനുള്ള വകുപ്പില്ല.
ഇനി അബാദ് സുന്നത്തുണ്ട്. അബാദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, അതായത് അയാൾ അത് വിട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവില്ല. ഫർള് അറിഞ്ഞുകൊണ്ട് വിട്ടാൽ നിസ്കാരം ബാത്തിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷയത്തിൽ സുന്നത്ത് പോലെയാണ്, അറിഞ്ഞു വിട്ടാൽ ബാത്തിലാവാത്ത ഒരു വിഷയത്തിൽ. പക്ഷേ അത് വിട്ട് കഴിഞ്ഞാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യണം, അപ്പോൾ ഫർള് പോലെയായി. അതുകൊണ്ടാണ് ബാളായത്, അതായത് സുന്നത്ത് പോലെ തന്നെയാണ്, ഫർള് പോലെയാണ്. സുന്നത്ത് പോലെയാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല. ഫർള് പോലെയാണ്, അത് വിട്ട് കഴിഞ്ഞാൽ സുജൂദും ചെയ്യണം. അത് ഏതൊക്കെയാണ്? ഖുനൂത്തും ഖുനൂത്തിന് ശേഷമുള്ള സലാത്തും, തശഹുദിന് രണ്ടാമത്തെ തശഹുദിൽ ആലിന് സലാത്ത് അല്ലല്, പിന്നെ ആദ്യത്തെ തശഹുദ്. അപ്പോൾ ആദ്യത്തെ തശഹുദ് വിട്ട് സുന്നത്താണോ ഫർളാണോ? സുന്നത്ത്. അപ്പോൾ മൂന്നാമത്തെ റക്കാത്തിൽ, രണ്ടാമത്തെ റക്കാത്തിൽ തശഹുദ് ഇരിക്കാൻ മറന്നിട്ട് മൂന്നാമത്തേൽ എണിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മടങ്ങാൻ കഴിയുമോ? കാരണം ഫർളിൽ നിന്ന് സുന്നത്തേക്ക് വരാനിട്ടില്ല. ഈ ഒന്നാമത്തെ സുന്നില്ലേ, അതിൽ പിന്നെ ആലിന്റെ മേൽ ചൊല്ലില്ല. മുഹമ്മദ് ആലിൻ്റെ മോൽ ചെല്ലരുതെന്ന് അവിടെ. കാരണം ആലിൻ്റെ മേൽ വന്നിട്ടുള്ള ആകെ അവസാനത്തെ അത് നിങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു എന്നുള്ള വകുപ്പ് പോലെ ആയി മാറും. പിന്നെ അതായത് എങ്ങനെ അവിടെ ഇഖാമത്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞ രണ്ടും അവിടെ ശരിക്കും ഇല്ല. സലാത്തും ഇഖാമത്തിനായിട്ട് മുമ്പുള്ള സലാത്ത് സുന്നത്തായിട്ടില്ല. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവിടെ ആ സുന്നത്തില്ല. അത് നേരെ ഇഖാമത്ത് കൊടുക്കലാണ്. ബാങ്കിൻ്റെ മുമ്പുമില്ല, ശേഷമുണ്ട്. അല്ല, ശേഷം രണ്ടിൻ്റെ ശേഷമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ബാങ്കിൻ്റെ ജവാബ്. അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തില്ല, അത് സുന്നത്തല്ല, അത് ചെയ്യരുത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ സലാത്ത് ചൊല്ലലാണ്. അല്ലാഹുമ്മ സല്ലി അലാ, അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അല്ല തുടങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ്, ജവാബ് കഴിഞ്ഞ്. ഇനി സലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ ഹദീസിൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ മനസ്സിലായോ? അപ്പം നിങ്ങൾ പറഞ്ഞത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതൊരു ചെയ്യേണ്ടാത്ത കാര്യമെന്ന് അറിഞ്ഞിട്ടുള്ള ഫത്ഹുൽ മുഈനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വലാത്തൊക്കെയാണ്, പക്ഷെ അങ്ങനൊരു ദിക്ർ ഇല്ലല്ലോ ഉത്തരം നൽകണേൽ എന്നുള്ള പറഞ്ഞ. മൂന്നും നാലാമത്തെ ഫർളിൻ്റെ റക്കാത്തിൽ ഫാത്തിഹ ഉണ്ടാവുള്ളൂ. സുന്നത്തിൽ സൂറത്ത് വരും 4 നിസ്കരിച്ചാൽ. സുന്നത്ത് 2 ആണല്ലോ. ഈ 4 നിയ്യത്ത് വെച്ചാൽ 4ലും സൂറത്തുണ്ടാവും. ഇല്ല, അപ്പോൾ അങ്ങനെ ടൈം ഉണ്ടാവോ? സൂറത്ത് സുന്നത്തില്ല. 3ലും 4ലും ഫാത്തിഹ മാത്രമേ സുന്നത്തുള്ളൂ. നിൽക്കൽ നിർബന്ധമാണ്. എപ്പോഴാണ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആവുന്ന അപ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന്. ആ സാധനം ഊഹിച്ചിട്ട് വരലല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ പനിയാണ്, നിൽക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ചെയർ എടുത്തിട്ട് അവിടെ വെക്കാം. അയാൾ സാധാരണ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എത്തുമ്പോൾ അയാൾ ഇരിക്കാം.
ഇത് ചുരുക്കം പറഞ്ഞാൽ ആ സംഭവം എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾക്ക് അതിൽ പെർമിഷൻ വരണുള്ളൂ എന്ന്. അല്ലാണ്ട് ആദ്യം തന്നെ സീല് വെച്ചിട്ടുള്ള പെർമിഷൻ തരുന്നില്ല. വിഷയം വേറെ ഉണ്ട്. അയാൾ അവിടെ ഇരുന്ന് കുറച്ച് ഇരുന്നപ്പോൾ അയാൾക്ക് നീങ്ങി നിൽക്കാൻ പറ്റും എന്നുള്ള ബലം വന്നു കഴിഞ്ഞാൽ അത് പെർമിറ്റ് ക്യാൻസലായി, അയാൾ നിൽക്കണം. ഇത് ഫർദിലാണ്, സുന്നത്തിലല്ല കേട്ടോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അത്തയ്യാത്തിൽ പിന്നെ ബാക്കിയുള്ള ചൊല്ലാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല. ഏത് സലാം കിട്ടിക്കഴിഞ്ഞാല് ഫർദ് അല്ല, ഫർദും ഇതും കൊടുക്കുക, അബാദും കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇമാമിൻ്റെ ഒപ്പം സലാം വിട്ടാൽ, ഇമാം സലാം വിട്ടിയതിന് ശേഷം സലാം വിട്ടാൽ കുറേ ദീർഘിക്കാതെ. അത് നമ്മൾ അല്ലാഹു സ്വല്ലി അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം ഇബ്രാഹിം സ്വലാത്ത് എന്തായാലും കിട്ടുമല്ലോ. അത്രയും കിട്ടില്ല എന്ന് പറയുന്നത് അജബാണല്ലോ. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു ഓതാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇല്ലില്ല, ഇമാമ് സലാം വീട്ടിയ ഇമാമിനെ അത് പിന്തുടരാണ്. അതായത് അത് കുറച്ചേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതും കൂടി തീർത്തിട്ട് സലാം വിട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തും സലാം വിട്ടാം. ഭയങ്കര ഇമാമിൻ്റെ നിസ്കാരത്തിൽ തുടർന്നിട്ട് ഭയങ്കര അത് കഴിഞ്ഞിട്ടും കുറേ ദീർഘിക്കലതിൽ പെട്ടല്ല. മനസ്സിലായ? ഞാൻ ഒരിക്കുന്നുണ്ടെന്നറിയാം, ദുആല് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് കിട്ടി. എനിക്ക് ഇമാമിനെ വിളിച്ചു പറഞ്ഞു പിന്നെ മുമ്പ് ഇമാമിൻ്റെ ഒപ്പം വ്യക്തി നിർബന്ധമാണ്, കുറേ ഗ്യാപ്പ് വരാൻ പാടില്ല. അതെ, കുറേ ഗ്യാപ്പ് വരാം. കൊറോണയ്ക്ക് ശേഷം കൊറോണക്ക് ശരിക്കും കൊറോണക്ക് പെട്ടെന്നല്ലല്ലോ വേണ്ടത്, കുറച്ചുകൂടി പേടിയല്ലേ വേണ്ടത്. അതിന് ശേഷമാണ് പെട്ടെന്ന് നിസ്കാരം തീർക്കലും. ചില പള്ളി ചില നമ്മളിപ്പോൾ നിങ്ങളെ ബാക്കിലത്തെ പള്ളിയിലാണല്ലോ ഓരോരുത്തർ. പിന്നെ നമ്മളെ ദീനെ സൂക്ഷിക്കാം. നമ്മളും നമ്മുടെ അടുത്ത് 2-3 പള്ളി നമ്മൾ നോക്കാം. ഏത് പള്ളിയാണ് കൂടുതൽ റാഹത്തുള്ള ചിലയിക്കാണ്ട് പോവാം, ഫിത്നത്തുണ്ടാക്കാതെ. എനിക്കവിടെ ഇഷ്ടമല്ല, ഞാനവിടെ അങ്ങനെ ഇഷ്ടമല്ല എന്നൊന്നും പറയണ്ട. അവിടുത്തെ ഒത്ത് കുറച്ചുകൂടി എനിക്ക് ഒരു റാഹത്തായി തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു എന്നുള്ള രൂപത്തിൽ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക. നിസ്കാരത്തിൻ്റെ ബാബ് നോക്കിയാൽ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് ആവർത്തിച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിയും. ഇതിപ്പോൾ ചുരുക്കമായിട്ട് പറഞ്ഞാണ് ഒറ്റ നിസ്കരിക്കാൻ നിസ്കാരം ബുക്കിന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആളുകളും ഞാൻ പറഞ്ഞു തന്നല്ലോ. അത് പൊതുവെ പ്രശ്നം വരെ ഈ കുതുവത്തിലെ പ്രശ്നം വരെ, മറ്റക്കാമോ പ്രശ്നമല്ല. ഈ കുതുവത്തിൻ്റെ അടുത്ത ദർസ് മുതൽ നമ്മൾക്ക് കുറച്ച് ഒന്നൊന്നായിട്ട് ഹല്ല് ചെയ്തിട്ട് പോവാം. ഇഷ്കാൽ വരുന്നത് കുതുവത്തും ഇമാമത്തും ഉണ്ട്. അതായത് നമ്മൾ ഇമാമിൻ്റെ വേക്കി നിൽക്കുന്ന അവസരത്തും ഇമാമായിട്ട് നിൽക്കുന്ന അവസരത്തും രണ്ടും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അത് ഓതിത്തരാം. പിന്നെ നമ്മളിപ്പോൾ നമ്മൾ നിസ്കരിക്കാം, പെട്ടെന്നൊരു ജമാഅത്ത് തുടങ്ങി, നമ്മൾ നോക്കുക ആരെങ്കിലും ജമാഅത്ത് നിസ്കരിക്കാനുണ്ടാകും, പക്ഷെ അത് കണ്ടില്ല. നമ്മൾ കൈ കെട്ടിട്ടാകുമ്പോൾ ഒരു ജമാഅത്ത് തുടങ്ങി, അപ്പം നമുക്ക് കൈ ഇളക്കാൻ പറ്റും? ഇല്ല, കൈ ഇളക്കണം. വലാ തുബ്തിലൂ അഅ്മാലക്കും എന്നല്ല അല്ലാഹു പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫർദ് നിയ്യത്ത് വെച്ചതാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4 നിയ്യത്ത് വെച്ച് 1 റക്അത്തിലാണെങ്കിൽ അത് സുന്നത്താക്കി മാറ്റി 2 റക്അത്തിൽ സലാം വിട്ടാം. സുന്നത്താക്കി എന്ന് കരുതണം. മനസ്സിലായ? അല്ലെങ്കിൽ ഇപ്പോൾ 2ാമത്തെ റക്അത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴും സുന്നത്താക്കി എന്ന് അറിഞ്ഞിട്ട് അയാൾ സലാം വിട്ടാൽ. ഇനി 3ാമത്തെ റക്അത്താണെന്നുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് 4ാമത്തെ റക്അത്ത് നിസ്കരിച്ച് ഒന്നുകൂടി അയാൾ പറഞ്ഞ് നിസ്കരിക്കാമല്ലോ. സുന്നത്താക്കി മാറ്റണം എന്നില്ല. ഞാൻ കൈ അയക്കണം ഒരു വകുപ്പില്ല. യുദ്ധത്തിൽ അടുക്കില്ലെങ്കിൽ, യുദ്ധത്തിലില്ലെങ്കിൽ പിന്നെ പുറത്തുണ്ടാവോ? യുദ്ധത്തിലില്ലെങ്കിൽ പിന്നെ പുറത്തുണ്ടാവോ? കൈ അയക്കാൻ പാടില്ലല്ലോ.
ഒരാൾ നിസ്കരിക്കുകയാണ്, അപ്പോൾ അപ്പുറത്ത് ജമാഅത്ത് തുടങ്ങി, ഇയാൾ കൈ വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അതിൽ പങ്കെടുക്കാം. അൽഹംദുലില്ലാഹ്. 2 വർഷം അതായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതായിട്ട് 2 വർഷം നിസ്കരിക്കാൻ പറ്റും. 2 വട്ടം പറ്റുള്ളൂ, 3ാമത്തെ വട്ടമല്ല. ജമാഅത്തിന് വേണ്ടി മാത്രമല്ല നടക്കാൻ പറ്റുമല്ലോ. അല്ല, ജമാഅത്ത് മാത്രമല്ല. ഇപ്പോൾ സാലിഹായ ഒരു മനുഷ്യനാണ് ഇപ്പോൾ 2ാമത്തെ ജമാഅത്ത് എന്നുണ്ടെങ്കിൽ ഒരു കാരണങ്ങൾ ഒറ്റക്ക് പറ്റായി ഒന്നുമില്ല. ആ നിസ്കാരം ശരിയായി തോന്നില്ല, കാരണം എന്തോ മുസീബത്തുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് 2ാമത് നിസ്കരിച്ചു. അല്ലെങ്കിൽ ഒരു സാലിഹ ആയ മനുഷ്യന് വന്നപ്പോൾ അയാൾ ജമാഅത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ജമാഅത്തിനെക്കാട്ട് 10 ഇരട്ടിയുള്ള ആൾക്കാർ വന്ന് 2ാമത്തെ ജമാഅത്ത് കൂട്ടായി, കുഴപ്പമില്ല, ആവർത്തിച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷെ വഖത്തിൻ്റെ പുറത്ത് പോകണ്ടിരുന്നാൽ മതി. എങ്ങനെ യാദത്ത് ഇപ്പോൾ മനസ്സിലായ? അതായത് വഖത്തിൻ്റെ ഉള്ളിലായിരിക്കണം യാദത്ത്, അപ്പോഴല്ല അതാവുള്ളൂ, മറ്റേ കഥാണല്ലോ. അപ്പോൾ ഇയാൾ ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിച്ചു, ഇയാളും ഇമാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ ജമാഅത്ത് വല്ലാത്ത ഗംഭീരമായൊരു വലിയ ജമാഅത്താണ്. യാദത്ത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആദ്യത്തെ ജമാഅത്ത് സാധാരണ പള്ളിയിലത്തെ വലിയ, 2ാമത്തെ ജമാഅത്ത് വലിയ ഉസ്താദാണ്, ഒരു കണ്ണെത്ത് ഉസ്താദാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരത്തിനും കഴിയട്ട. പക്ഷേ 2ാമത്തോടെ അവസാനിച്ചു, നമുക്ക് പിന്നെ 3ാമത്തേന് ഓപ്ഷനില്ല. അല്ലെങ്കിൽ ആദ്യത്തേൽ സുന്നത്തൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ഇമാമ് വെറുന്നിറങ്ങിയിട്ട് ഓതിയിട്ട്, അപ്പോൾ അയാൾ 2ാമത്തെ ഇത് കിട്ടിയപ്പോൾ അയാൾ അതിൽ ചേർന്ന് എന്തിനെ കരുതിയില്ല കിട്ടും. അപ്പോൾ അതുമായി ഇനി ഖുദ്വത്ത് ഇൻഷാ അല്ലാഹ്. ഖുദ്വത്താണ് കുറച്ച് ശ്രദ്ധിക്കാനുണ്ടാവുക. അത് 2 ഭാഗമായിട്ട് മൂപ്പര്, പിന്നെ അൽഹംദുലില്ലാഹ് മൂപ്പര് അത്ര കടുപ്പായിട്ടൊന്നും ഇതിലിട്ടിട്ടില്ല. മനസ്സിലായോ? വഅലൈക്കും അസ്സലാം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.